നമസ്തേ, ജനൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ പ്രത്യേക CBI കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. 24 പ്രതികളിൽ 14 പേരും കുറ്റക്കാർ. മുൻ ഉദുമ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ ഏതാണ്ട് എല്ലാവരും CPMകാർ. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ രാത്രിയുടെ മറവിൽ 2 യുവാക്കളെ വെട്ടിനുറുക്കിക്കൊന്ന കൊലപാതകികളെ രക്ഷിക്കാൻ പിണറായി സർക്കാർ തുടക്കം മുതൽ തുനിഞ്ഞിറങ്ങുകയായിരുന്നു. ആളുകൊണ്ടും അർത്ഥം കൊണ്ടും. കേസിലെ CBI അന്വേഷണത്തിന് തടയിടാൻ സംസ്ഥാന ഖജനാവിൽ നിന്ന് മുടക്കിയത് 1 കോടിയിലധികം രൂപ. ഇത് എന്തിനു വേണ്ടി? ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സാധാരണക്കാരിൽ നിന്ന് നികുതി ഇനത്തിൽ പിരിച്ചെടുക്കുന്ന നികുതി പണമാണ് പാർട്ടി ക്രിമിനലുകളെ രക്ഷിക്കാൻ പിണറായി സർക്കാർ പൊടിപൊടിച്ചത്. അങ്ങ് സുപ്രീം കോടതി വരെ പോയി ക്രിമിനലുകൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് വീമ്പിളക്കുന്നതും സംസ്ഥാന ഖജനാവിലെ നികുതി പണം കണ്ടുകൊണ്ടാണോ? ജനൻ ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ് ഈ വിഷയം. കോടികൾ പൊടിച്ചത് കൊലയാളികളെ രക്ഷിക്കാനോ? ഈ ഡിബേറ്റിൽ എത്തിയിരിക്കുന്നത് BJPയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് JR പത്മകുമാർ, സേവ് കേരള ഫോറം പ്രതിനിധി അഡ്വക്കേറ്റ് KM ഷാജഹാൻ, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് PM നിയാസ്, ഇടത് സൈദ്ധാന്തികൻ പാണ്ഡ്യാല ഷാജി, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് സതീഷ് വാസന്ത് എന്നിവരാണ് ഈ ചർച്ചയിൽ അതിഥികളായി നമ്മോടൊപ്പം ചേരുന്നത്. ആദ്യം അഡ്വക്കേറ്റ് JR പത്മകുമാറിലേക്കാണ്. അഡ്വക്കേറ്റ് JR പത്മകുമാർ, ഈ സംഭവം നടന്ന് നമ്മൾ ദിവസങ്ങൾക്കുള്ളിൽ കാണുകയാണ്. വളരെ കൃത്യമായി CPMന്റെ ഇടപെടൽ, സർക്കാരിൻ്റെ ഇടപെടൽ, ഈ പ്രതികളെയൊക്കെ എങ്ങനെയും രക്ഷിച്ചെടുക്കുക എന്നത്. ഒടുവിൽ സുപ്രീം കോടതി വരെ ആ സഹായഹസ്തം നീളുകയാണ്. അതിൽ നിന്നും പൊടിപൊടിച്ചത് സംസ്ഥാന ഖജനാവിലെ പണമാണ്, നമ്മുടെ പണമാണ്. എന്തായിരുന്നു ഇത്തരത്തിൽ ഈ കൊലയാളി സംഘത്തെ രക്ഷപ്പെടുത്താൻ CPM കാണിച്ച വ്യഗ്രതയ്ക്ക് പിന്നിലുള്ളത്? വളരെ വ്യക്തമാണല്ലോ. സമാനതകളില്ലാത്ത ഒരു സംഭവമാണ് കേരളത്തിൽ ഈ പെരിയയിലുണ്ടായിട്ടുള്ളത്. നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങളും അക്രമങ്ങളൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളൊരു നാടാണ് കേരളം. അതുകൊണ്ട് അതിൽ നിന്ന് ഈ പെരിയ സംഭവത്തെ വ്യത്യസ്തമാക്കുന്നത് ഒരു ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് ഇതിൽ പ്രതികളാകുന്നത്. ആ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഔദ്യോഗിക തലത്തിൽ അവരുടെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റ് രാഷ്ട്രീയ അക്രമങ്ങളോ കൊലപാതകങ്ങളോ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു സംഭവം പെരിയയിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു ഗവൺമെൻറ്റിൻ്റെ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിലേറിയ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രാഥമികമായ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ചുമതല എന്ന് പറയുന്നത്, ഇവിടുത്തെ പൗരന്മാരുടെ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഇത്തരം സംഭവങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ വാദിസ്ഥാനത്ത് നിൽക്കേണ്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റാണ് ഈ വ്യക്തികൾക്ക്, പൗരന്മാർക്ക് എതിരായിട്ടുള്ള അക്രമങ്ങളും അനീതികളും ഉണ്ടാകുമ്പോൾ അവർക്ക് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, ആ പൗരന്മാരുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നീതി നിർവഹണം നടത്തുന്നത്. അത് നിയമപരമായിട്ട് ഫോഴ്സിനുപയോഗിച്ചായാലും അതല്ലെങ്കിൽ നിയമ സഹായം നേടിക്കൊടുക്കേണ്ട നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായിട്ടായാലും അതിന് നിലനിൽക്കേണ്ടത്, ആ ന്യായത്തിൻ്റെ, പൗരൻ്റെ മൗലിക അവകാശങ്ങളുടെ ഭാഗത്ത് നിൽക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. നിർഭാഗ്യവശാൽ ഈ സംഭവമായി നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഗവൺമെൻറ് അക്രമികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുഖജനാവിലെ രൂപ, നമ്മുടെ സമ്പത്ത് വിനിയോഗിക്കുന്നു എന്ന് പറയുന്നത് ഭരണഘടനാ ലംഘനമാണ്, അത്യന്തം പ്രതിഷേധകരമാണ്, ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ളപ്പോൾ എല്ലാം തന്നെ നമ്മൾ വിലയിരുത്തി നോക്കിയാൽ ഇത്തരം ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. മറിച്ച് ജനാധിപത്യപരമായി ഭരണഘടനാപരമായി ഒരു നിലപാട് അവരിൽ നിന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതിൻ്റെ വലിയ ഉദാഹരണം തന്നെയാണ് പെരിയയിൽ ഉണ്ടായിട്ടുള്ളത്. ഗവൺമെൻറ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് അല്ലെങ്കിൽ പ്രോസിക്യൂഷനോടൊപ്പം നിൽക്കേണ്ടത് നമുക്ക് ഇതിൽ ഈ സംഭവമായി വിലയിരുത്തുമെന്നറിയാം.
പ്രതികൾക്ക് വേണ്ടി അവരെ നമുക്കറിയാമല്ലോ, അന്വേഷണം കൊലപാതകം നടന്നു, അത് കഴിഞ്ഞ് അന്വേഷണം മുന്നോട്ട് പോയി. അന്ന് നിലവിലുള്ള പോലീസ് സംവിധാനം പ്രധാന പ്രതികളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന SP മുഹമ്മദ് റഫീഖിനെ മാറ്റി. അത് കഴിഞ്ഞതിന് ശേഷം അതിലെ CIയും DYSP ഒക്കെ മാറ്റി പ്രധാന പ്രതികളിലേക്ക് നമ്മുടെ ഈ പ്രധാന പ്രതികളിലേക്ക് അന്വേഷണം എത്താതിരിക്കാനുള്ള ശ്രമങ്ങളും തുടക്കം മുതൽ. അതിനുശേഷമാണ് നീതിക്ക് വേണ്ടിയിട്ട് കുടുംബം ഈ ഗവൺമെൻറ്റിൽ നിന്ന്, ഭരണകൂടത്തിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയെ സമീപിക്കുന്നത്. ആ കോടതിയെ സമീപിക്കുമ്പോൾ അതിനെതിരായി ഒരു കാരണവശാലും ആ കുടുംബത്തിന് നീതി കിട്ടരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗവൺമെൻറ് ഇടപെടുകയും നമ്മുടെ കോടതിയിൽ സിംഗിൾ ബെഞ്ചിന് മുമ്പാകെ പ്രതികൾക്ക് വേണ്ടിയിട്ട് നടപടി വാദിക്കുകയൊക്കെ ചെയ്തിട്ട്, എന്നിട്ടും കോടതി ഈ വാദികൾക്ക് നീതി വേണം, ആ കുടുംബത്തിന് നീതി വേണം എന്ന് പറഞ്ഞുകൊണ്ട് വിധി പ്രഖ്യാപിക്കുമ്പോൾ അതിനെതിരായി അപ്പീൽ കൊടുക്കുന്നതിന് ഗവൺമെൻറ് മുന്നോട്ട് വരും. ഒരിക്കലും ഗവൺമെൻറ് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. കോടതി പ്രതികൾക്ക് വേണ്ടിയല്ല ഗവൺമെൻറ് നിൽക്കേണ്ടത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, വാദിക്ക് വേണ്ടിയിട്ടാണ്, ആ പൗരന്മാരുടെ നീതിക്ക് വേണ്ടിയിട്ടാണ് നിൽക്കേണ്ടത്. അപ്പോൾ അപ്പീൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഡിവിഷൻ ബെഞ്ചിൽ പോയി അവിടെയും പരാജയം ഏറ്റുവാങ്ങി. അതിനുശേഷം സുപ്രീം കോടതിയിൽ പോയി നമ്മുടെ ധനം, നമ്മുടെ സമ്പത്ത്, നികുതിപ്പണം എല്ലാം ദുർവിനിയോഗം ചെയ്തതിന് ശേഷം നേരെ വിരുദ്ധമായൊരു വിധിയുണ്ടായി. ഗവൺമെൻറ് ചെയ്യേണ്ട കടമ നിർവഹിക്കാൻ അവർ മുതിർന്നില്ല. പക്ഷേ നമ്മുടെ നീതിപീഠം ഈ കുടുംബത്തിനോടൊപ്പം നിൽക്കുകയും CBI അന്വേഷണം വേണം അതിന് സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ പരമോന്നത നീതിപീഠം കോടതി, നമ്മുടെ സുപ്രീം കോടതി തന്നെ CBI അന്വേഷണം ഉത്തരവിട്ടിട്ടും ആ CBIക്ക് അന്ന് അന്വേഷണത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ക്രൈംബ്രാഞ്ച് യാതൊരു രേഖയും കൊടുക്കാതെ അതിനെയും അവിടെ നിയമത്തിൻ്റെ പഴുതുപയോഗിച്ചുകൊണ്ട് തന്നെ നീതി നിർവഹണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. അവസാനം അതും പരാജയപ്പെട്ടു. ശക്തമായ നിലപാട് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നും CBIയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോയി. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പല പ്രമുഖ നേതാക്കന്മാരെയും ഈ അന്വേഷണ പരിധിയിലെത്തി കൊണ്ടുചെന്നെത്തിക്കുന്നതിനും ഇപ്പോൾ അവരെല്ലാം കുറ്റക്കാരാണ് എന്ന് കോടതി പ്രാഥമികമായി വിലയിരുത്തുന്നതിൻ്റെ അവസരമുണ്ടാക്കിയത് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറിച്ചൊരു ഗവൺമെൻറ്റാണ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ കേരളത്തിൽ ഞാൻ പിന്നീട് പറയാം, മറിച്ചൊരു ഗവൺമെൻറ് ആയിരുന്നു കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ കുടുംബത്തിന് നീതി കിട്ടില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ PM നിയാസ് കോൺഗ്രസ് പ്രതിനിധിയിലേക്കാണ്. ശ്രീ നിയാസ്, കേൾക്കാമോ അങ്ങേക്ക്? കേൾക്കാം. യെസ്, അതായത് കേന്ദ്രത്തിൽ മറ്റൊരു സർക്കാരായിരുന്നു അധികാരത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുമായിരുന്നില്ല എന്നൊരു നിരീക്ഷണമാണ് JR പത്മകുമാർ ഏറ്റവും ഒടുവിൽ നടത്തിയത്. CBI എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്? ക്രൈംബ്രാഞ്ച് എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്? എന്തുകൊണ്ടാണ് CBIയെ ഇവിടേക്ക് വരാതിരിക്കാൻ സർക്കാർ വ്യഗ്രത കാട്ടിയത് എന്നതിനുള്ള വളരെ കൃത്യമായ ഉത്തരമല്ലേ ഇന്ന് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും പത്മകുമാർ പറഞ്ഞ ചില കാര്യങ്ങളിലൂടെ ഞാൻ യോജിക്കുകയാണ്. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് നേരിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ട് CPMഉം അതിന് നേതൃത്വം കൊടുക്കുന്ന CPM നേതാക്കളും അവർക്ക് ഒത്താശ ചെയ്ത് കൊടുത്തുകൊണ്ട് ഗവൺമെൻറ്, CPM നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും പോലീസും മുന്നോട്ട് പോകുന്ന ഒരു ദുഃഖകരമായ കാഴ്ചയാണ് കഴിഞ്ഞ 8 വർഷത്തിലേറെയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന കൃപേഷ് ശരത്ലാൽ വധം. 2019 ഫെബ്രുവരി 17 ആ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിനു മുമ്പ് മുന്നാട് പീപ്പിൾസ് കോളേജിൽ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സംഘടനം, ചെറിയ രീതിയിലുള്ള പാർട്ടി സംഘടനം ഉണ്ടായിരുന്നു. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പീതാംബരൻ, അതിൽ ആക്രമണം നടത്താൻ നേതൃത്വം നൽകിയ പീതാംബരന് പരിക്ക് പറ്റുന്ന ഒരു ചെറിയ രീതിയിലുള്ള പരിക്ക് പറ്റുന്ന സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തെ തുടർന്നാണ് CPM അറും കൊല നടത്തുവാനുള്ള തീരുമാനം ഈ പീതാംബരനിലൂടെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ തീരുമാനിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുൻ MLA, CPMൻ്റെ മുൻ MLA എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്.
സെക്രട്ടറി മെമ്പർ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മെമ്പർമാർ മാത്രമുള്ള സെക്രട്ടറിയിലെ അംഗമാണ്. ആ MLA ആയ KV കുഞ്ഞിരാമനും അതുപോലെ തന്നെ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായി CPM-ൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ള മണികണ്ഠനും, അദ്ദേഹം DYFയുടെ മുൻ ജില്ലാ പ്രസിഡൻ്റാണ്. മണികണ്ഠൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, അവിടുത്തെ 2 ബ്ലോക്ക് എന്താ പറയുക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും 2 മുൻ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള 14-ൽ 10 പേര്, ഇപ്പം ശിക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള 14-ൽ 10 പേരും CPM-ൻ്റെ അറിയപ്പെടുന്ന നേതാക്കന്മാരും ബന്ധപ്പെട്ടവരുമാണ്. അവർ നേരിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു കൊലപാതകമാണ്. ഈ കൊലപാതകത്തെ തുടക്കം മുതൽ, കൊലപാതകത്തിൻ്റെ രസം എന്താ വെച്ചാൽ കൊലപാതകത്തെ പ്രതികളെ കൈയോടുകൂടി ലോക്കൽ പോലീസ് പിടിക്കുകയാണ്. ആ പിടിച്ച പ്രതികളെ നമ്മുടെ ഈ KV കുഞ്ഞിരാമനും രാഘവൻ വെളുത്തുള്ളിയും CPM-ൻ്റെ നേതാവായ KV ഭാസ്കരനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, ഈ മണികണ്ഠൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, അവരെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും പോലീസിലെ ബലപ്രയോഗത്തിലൂടെ അവർ എടുത്തു കൊണ്ടുപോവുകയാണ്. പോലീസിൻ്റെ കൊലപാതക പ്രതിയെ അവർ സ്റ്റേഷനിൽ വന്ന് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് എടുത്തു കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ അവർക്ക് എങ്ങനെ ധൈര്യം വന്നു? ആ നേതൃത്വം കൊടുത്ത CPM-മാർ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോയത്? അപ്പോൾ അതിന് പോലീസ് അന്വേഷണം, ഞാൻ ഇതിൽ ഒറ്റ പെട്ടെന്ന് അവസാനിപ്പിക്കാം. പോലീസ് അന്വേഷണം പൂർണ്ണമായും അത് ഏകപക്ഷീയമായി ഈ കൊലയാളികൾക്ക് അനുകൂലമായി മുന്നോട്ട് പോയപ്പോഴാണ് അത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കൊണ്ടുവന്ന് CBI അന്വേഷണം ഇല്ലാതാക്കുവാനുള്ള ശ്രമം നടത്തിയത്. ക്രൈംബ്രാഞ്ച് പാർട്ടി സെക്രട്ടറിമാർ നടത്തുന്ന അന്വേഷണത്തെക്കാൾ ദയനീയമായ അന്വേഷണമായിരുന്നു. ഇതിനെതിരായാണ് അവരുടെ കുടുംബം, കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബങ്ങൾ കേരള ഹൈക്കോടതിയിൽ പോയത്. സിംഗിൾ ബെഞ്ചിൽ പോയി, അവിടെ നിന്ന് അവർക്ക് അനുകൂലമായ വിധി കിട്ടി. ഡിവിഷൻ ബെഞ്ചിൽ പോയി, അവർക്ക് അനുകൂലമായ വിധി കിട്ടി. അതിനെതിരായി ഈ 2 സ്ഥലങ്ങളിലും വാദിച്ച CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അത് സുപ്രീം കോടതിയിലും അപ്പീൽ കൊടുത്തു. ആ അപ്പീലിലും അനുകൂലമായ തീരുമാനമുണ്ടായി CBI. എന്തുകൊണ്ടാണ് CBI എന്ന് പറയുന്നത്? കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ ഇതൊരിക്കലും തെളിയില്ലായിരുന്നു, ഇതൊരിക്കലും ശിക്ഷിക്കപ്പെടുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ അവരുടെ കുടുംബം ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇത് കൃത്യമായി പോലീസ് അന്വേഷണം പോരാ, CBI വേണമെന്ന് പറഞ്ഞു. ആ CBI-ൻ്റെ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണം വന്നത്. CBI-ൻ്റെ കുറ്റമറ്റ ടീമാണ് അന്വേഷണം നടത്തിയിരുന്നത്. അത് നമ്മുടെ പത്മകുമാർ പറഞ്ഞത് കറക്റ്റാണ്. CBI അത് നല്ല രീതിയിൽ അന്വേഷണം നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് 2 കൊലയാളികളെ, ഈ ചെറുപ്പക്കാരായ 2 പേരെ കൊന്ന കൊലയാളികളെ, ആ കൊലയാളികളെ CPM-ൻ്റെ പാർട്ടി ഭാരവാഹികൾ ഉൾപ്പെടെ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഏതാണ്ട് 1.5 കോടിയോളം രൂപ നമ്മുടെ ഖജനാവിൽ നിന്ന്, ഈ മരണപ്പെട്ടവരുടെ ഉൾപ്പെടെയുള്ള ആളുകൾ നൽകുന്ന നികുതിപ്പണത്തിൽ നിന്നും എടുത്തുകൊണ്ടാണ് അവർ 2 വർഷത്തോളം ഈ കേസുമായി ഈ CBI-യെ തടയുവാനുള്ള ശ്രമവുമായി കൊണ്ട് മുന്നോട്ട് പോയത്. അത് വളരെ ഗൗരവതരമായ കാര്യമാണ്. CBI ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് കോടതി ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞതും വളരെ ശുഭോദർക്കമായ കാര്യമാണ്. അപ്പോൾ അക്കാര്യത്തിൽ CBI-ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളും CBI ഉദ്യോഗസ്ഥന്മാരും എടുത്ത നിലപാടും അന്വേഷണവും വളരെ നല്ലതാണ്. പത്മകുമാർ പറഞ്ഞത് CBI-യുടെ അന്വേഷണം പാർട്ടി ലെവൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ലെവൽ എടുത്ത തീരുമാനമല്ല, അത് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും തീരുമാനപ്രകാരം അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് പ്രകാരം, ഉത്തരവ് പ്രകാരമാണ് പോലീസ് അന്വേഷണം നടത്തിയത്. ഏതായിരുന്നാലും CBI അന്വേഷണം ഇല്ലായിരുന്നുവെങ്കിൽ ഈ കേസ് ഒരിക്കലും തെളിയാനും പോകുന്നില്ല, ഈ കേസ് ഒരിക്കലും ശിക്ഷിക്കാനും പോകുന്നില്ല. ഇത് അക്രമം നടത്തുന്ന CPM-നെതിരെയുള്ള അതിശക്തമായ ഒരു വിധിയെഴുത്താണ്. കേരളത്തിലെ ജനങ്ങൾ ഈ വിധിയെഴുത്തും CPM-ൻ്റെ ഈ കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള, ഈ കൊലപാതകികളെ സംരക്ഷിക്കാനുള്ള CPM-ൻ്റെ ശ്രമങ്ങളും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഈ കൊലയാളികൾക്കൊപ്പം നിൽക്കുന്ന അവരുടെ നിലപാടുകളും കേരളത്തിലെ ജനങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു ഈ സംഭവത്തിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒപ്പം CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ അങ്ങേയറ്റം വിമർശിക്കുന്ന കോൺഗ്രസിന്റെ പെരിയ കേസിലെങ്കിലും CBI വലിയ ആശ്വാസം പകർന്നു നൽകി എന്ന അങ്ങയുടെ അഭിപ്രായം സ്വാഗതാർഹമാണ്. അല്ലാതെ CBI മാത്രമാണ് പെരിയ കേസിൽ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കി കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രാഷ്ട്രീയ എതിരാളികൾ പോലും അത് അംഗീകരിക്കുകയാണ് ഈ ഘട്ടത്തിൽ. ശ്രീ പാണ്ഡ്യാല ഷാജിയിലേക്കാണ് പോകുന്നത്. ശ്രീ പാണ്ഡ്യാല ഷാജി, TP ചന്ദ്രശേഖരൻ വധക്കേസിന് ശേഷം CPM അങ്ങേയറ്റം പ്രതിരോധത്തിലായ സംഭവമാണ് ഈ പെരിയയിലെ ഇരട്ടക്കൊലപാതകം എന്നുള്ളത്. അവിടെ ഒരു പ്രാദേശിക വിഷയം ആദ്യമായി ഉടലെടുക്കുകയാണ്. അവിടെ പീതാംബരന് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെ നടന്ന പ്രതിഷേധ യോഗത്തിൽ VPP മുസ്തഫ എന്ന് പറയുന്ന CPM-ൻ്റെ നേതാവ് പറഞ്ഞത് ഇവരുടെ തല പൂങ്കുല പോലെ, തെങ്ങിൻ പൂങ്കുല പോലെ ചിതറിത്തെറിപ്പിക്കുമെന്ന് പ്രസംഗിച്ചുകൊണ്ട് പ്രകോപനപരമായ പ്രസംഗമുണ്ടാകുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ
അരും കൊല അവിടെ അരങ്ങേറുന്നത്. യഥാർത്ഥത്തിൽ TP കേസിൽ പയറ്റിയ അതേ തന്ത്രങ്ങൾ തന്നെ ഈ പെരിയ കേസിലും CPM-ഉം LDF സർക്കാരും പിണറായി സർക്കാരും പയറ്റി എന്നതല്ലേ ഇതിൻ്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും തന്നെയാണ്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ പിന്നെ CPIM ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിലാണ് ഇതിൻ്റെ സംഘടനാ രൂപം ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പം അതിൻ്റെ സംഘടനാ രൂപം ഈ രീതിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ജനാധിപത്യപരമായിരിക്കുന്ന അഭിപ്രായങ്ങളെ ബഹുമാനിക്കാതിരിക്കുക, നിർദ്ദയം അതിനെ തള്ളിക്കളയുക, അതുവഴി എതിർ ശബ്ദങ്ങളെ മുഴുവൻ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിനായി കൊലപാതകങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ സ്വാഭാവികമായ രീതിയും ഒരു ക്രമവും മാത്രമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി നാം ഒരുപക്ഷെ ശ്രദ്ധിക്കേണ്ടുന്ന സംഭവം, ഈ സർക്കാർ അധികാരത്തിന് വന്ന് ഇപ്പോൾ 8 വർഷക്കാലത്തോളമായി. ഈ 8 വർഷക്കാലത്തിനുള്ളിൽ വിവിധങ്ങളായ കേസുകളിലൂടെ CBI എൻക്വയറി ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു വാദം ഉന്നയിക്കുന്നതിന് മാത്രമായി ചെലവാക്കിയിട്ടുള്ളത് 100-ൽ പരം കോടി രൂപയാണ് എന്ന വിചിത്രവും ദുഃഖകരവുമായി അത്ഭുതകരവുമായിരിക്കും സത്യം നമ്മുടെ മുമ്പിൽ ഇവിടെ കിടക്കുകയാണ്. അവിടെ ഇത്തരത്തിൽ ചെലവാക്കപ്പെടുന്ന തുകകൾ മുഴുവൻ തന്നെ ഈ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും വേണ്ടി വന്നാൽ വ്യക്തിപരമായി അവിടെ സ്വത്ത് പിന്നെ ലേലം ചെയ്ത് വിറ്റ് ഖജനാവിലേക്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരു സന്നദ്ധതയും കൂടി കോടതി ഇതിനോടൊപ്പം തന്നെ കാണിക്കേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം കൂടി ഞാൻ നടത്തുകയാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കൊല്ലാനും ആരെ വേണമെങ്കിലും എതിർക്കാനും ആരെ വേണമെങ്കിലും ഇല്ലാതാക്കാൻ അധികാരമുണ്ട്. നോക്കൂ, ഇതെല്ലാം തന്നെ സംഭവിച്ചത് എവിടെയാണ്? കോടതിയുടെ മുമ്പിൽ തെളിവ് വന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. സാങ്കേതികമായിട്ടുള്ള വിജയമാണിത്. ഈ സാങ്കേതികത്വം ഇല്ലാത്തതിന്റെ പേരിലാണ് തലശ്ശേരിക്ക് അടുത്ത് വെച്ച് KT ജയകൃഷ്ണൻ മാസ്റ്റർ എന്ന് പറയുന്ന BJP-യുടെ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന KT ജയകൃഷ്ണൻ മാസ്റ്റർ, അതും തെങ്ങിൻ പൂക്കുല ചിതറുന്നത് പോലെയാണ്. തലയുടേതായിരിക്കുന്ന ഒരു ഭാഗം പോലും ബാക്കി ഉണ്ടായിട്ടില്ല. കേസ് തെളിയിക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല. സംഭവം എന്തായിരുന്നു? ആ കേസെ തള്ളിപ്പോയി. ഈ തള്ളിപ്പോയിരിക്കുന്ന ആളുകൾ ഇത് വരുമ്പോഴെന്താണെന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ചിരിക്കുന്ന കേസാണ് എന്ന വാദമുഖമാണ് ഉന്നയിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ തരത്തിലും ഇത്തരത്തിലുള്ള വാദമുഖങ്ങൾ ഉന്നയിച്ച് വരുമ്പോൾ സത്യത്തിൽ ഇവർക്ക് വിയോജിക്കാനുള്ള അവകാശമുള്ള ഒരു അവകാശത്തെ റദ്ദ് ചെയ്യുക മാത്രമല്ല, വിയോജിപ്പിന്റെ നേരിയ ശബ്ദം പോലും ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടത്തുന്നതെന്നാണ്. ഇവിടെയാണ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ആ 2 അച്ഛന്മാരും അമ്മമാരും അവരുടെ സഹോദരിമാരും സഹോദരന്മാരും അവരുടെ കുടുംബവും കൂടി കൊടുത്തിരിക്കുന്ന നികുതി പണമല്ലേ എടുത്തിട്ട് ഈ കൊലപാതകത്തിന് ഇരകൾക്ക് നീതി കിട്ടരുത് എന്ന് വാദിക്കുമ്പോൾ സത്യത്തിൽ ഇയാൾ ഏത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് എന്നതാണ് ജനാധിപത്യപരമായി വരേണ്ടുന്ന ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന ചോദ്യം. അതാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വിചിത്രത ഉണ്ടാവുന്നത്. നോക്കൂ, നിങ്ങൾ ഇതിനേക്കാൾ മറ്റൊരു ഉദാഹരണം നിങ്ങൾ വരാം. ഇപ്പൊ തലശ്ശേരി നടന്നിരിക്കുന്ന ഫസലിന്റെ വധക്കേസ്, ആ ഫസൽ വധക്കേസിനകത്ത് കേസിന്റെ സ്വാഭാവികമായ അന്വേഷണം നടന്നു. അതിനകത്ത് പെസകുണ്ടാകുന്നതെന്ന് അന്നത്തെ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കുന്ന രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തുന്നു. CPIM ആണ് ഇപ്പൊ ഈ പറയുന്ന കൊലപാതകത്തിന്റെ പുറകിൽ ഗൂഢാലോചന നടത്തിയുടെ പോലാണ് ചെയ്തതെന്ന് തിരിച്ചറിയുകയും വരുന്നൊരവസ്ഥ വന്നപ്പോ ഈ C രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആളെ പിന്നീട് ചെയ്തത് എന്താണ്? തളിപ്പറമ്പിൽ അയാളെ ട്രാൻസ്ഫർ ചെയ്യുകയും തളിപ്പറമ്പിൽ വെച്ച് ഒരു ലൈംഗിക ആരോപണം ഉൾപ്പെടെയുള്ള കഥകൾ ഉണ്ടാക്കി അയാളെ നശിപ്പിക്കുകയാണ് ശ്രമിച്ചത്. അതെല്ലാം കോടതിയിൽ തെളിയിക്കപ്പെടാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അയാൾ സർവീസിലേക്ക് തിരിച്ചു വന്നു. പെൻഷൻ പോലും കിട്ടാത്ത അവസ്ഥ വന്നപ്പോ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ മുമ്പിൽ, മനുഷ്യൻ എന്ന് വിളിക്കാൻ പാടില്ല അയാളുടെ മുമ്പിൽ പോയിട്ട് എനിക്കൊരു ജീവിക്കാനൊരു വരുമാനവുമില്ല, അതുകൊണ്ട് എൻ്റെ പെൻഷൻ തരാനൊരു ക്രമമെങ്കിലും ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് വിങ്ങിപ്പൊട്ടി പറഞ്ഞപ്പോ ഈ ക്രൂരനായ മനുഷ്യൻ പറഞ്ഞ മറുപടി പത്രത്തിൽ വന്നതാണത്. അദ്ദേഹം പറഞ്ഞത് എന്നാൽ അത് വേഗം നോക്കിക്കോ എന്നാണ് പറഞ്ഞത്. എന്നാൽ അത് വേഗം ആവട്ടെ, അതാ നല്ലതെന്നാണ്. സത്യത്തിൽ ചെയ്യേണ്ടത് എന്തായിരുന്നു? ഈ മുഖ്യമന്ത്രി ഇരുന്നിക്കുന്ന കസേര കൂട്ടി ചവിട്ടിയായുടെ മുഖത്ത് നോക്കി ഷൂട്ട് ചവിട്ടേണ്ടതായിരുന്നു വാസ്തവത്തിൽ ഈ പറയുന്ന രാധാകൃഷ്ണൻ. അവിടെയാണ് വാസ്തവത്തിൽ ജനാധിപത്യം ഉണ്ടാവുന്നത്. ഇതൊന്നും തന്നെ ചെയ്യാൻ അവകാശം നമുക്കില്ല എന്ന് പറയുകയും ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള അവകാശവും അധികാരവും നിങ്ങൾ നിക്ഷിപ്തമാണെന്ന് പറയുമ്പോഴാണ് നിങ്ങൾ വാസ്തവത്തിൽ എന്തായി തീർന്നത്? ഒരു ഓട്ടോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റിന്റെ ഭാഗമായി തീർന്നത്. അവിടെയാണ് ഈ വിധിന്യായം ഏറ്റവും ജനാധിപത്യപരമായ ഒരു വിധിന്യായമായി മാറുന്നത്. ഇതിനു ശേഷം ഇവർ പറയാൻ പോകുന്നത് എന്തായിരിക്കും? ഇപ്പോൾ EP ജയരാജൻ വന്നിരിക്കുന്ന പുതിയ കഥയുമായി EP ജയരാജൻ വന്ന് പറഞ്ഞു കഴിഞ്ഞു ഇതൊരു കീഴ്ക്കോടതിയുടെ വിധിയല്ലേ എന്നാണ്. എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇനിയും കോടികൾ വിരിക്കും. പിണറായി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ മുഖ്യമന്ത്രിയുടെ പാണ്ഡ്യാല ഷാജി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മേൽക്കോടതികൾ ധാരാളം, അവിടെയും ഈ സർക്കാർ ഖജനാവിനെ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ വീമ്പിളക്കുന്നത്. ഞങ്ങൾ സുപ്രീം കോടതി വരെ പോയി ഈ കൊലയാളികൾക്ക് നീതി ലഭ്യമാക്കി കൊടുക്കുമെന്നതൊക്കെ.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ ഇതുവരെ ചെലവഴിച്ചിരിക്കുന്ന തുക, ഈ തുക എന്ന് പറയുമ്പോൾ ഇയാളുടെ വീടും ഇയാൾ സമ്പാദിച്ചു കൊടുക്കുന്ന പണം ജപ്തി ചെയ്തെടുത്തിട്ട് ആ പണം ഖജനാവിന് അടക്കണം. ഇതാണ് ഞാൻ ഈ ചർച്ചയിൽ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാദം. രണ്ടാമത്തെ ഒരു ചെറിയൊരു സംഭവം കൂടി. ഇയാളുടെ വീട്ടിന് എടുത്തുന്ന ഏതാണ് ജസ്റ്റ് ഒരു 500 മീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലത്താണ് രബിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പിന്നെ പിണറായിൽ വെട്ടിക്കൊന്ന് അറുത്തു കൊല്ലുകയാണ് ചെയ്ത്. ഗർഭിണിയായിരിക്കുന്ന സഹോദരിക്ക് മരുന്ന് വാങ്ങാൻ പോകുന്ന സമയത്താണ് പുറകിൽ നിന്ന് വലിച്ചിട്ട് കൊന്നത്. അതിന്റെ മേലെ ഇപ്പത്തെ പിണറായിൽ നിന്ന് പിരിച്ചെടുക്കുന്ന തുക എത്രയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഏതാണ്ട് 1 കോടി രൂപയാണ് പിരിച്ചത്. അത് ഏത് ലൈബ്രറിയുടെ പേരിലാണെന്ന് പറയുന്നത്? EMS ലൈബ്രറിയുടെ പേരിലാണ് ആ പിരിവ് നടത്തിയത്. അറിയോ നിങ്ങൾ? കേരളത്തില് ആദ്യത്തെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ പേരിൽ പിണറായിയുടെ, ഞാൻ നേരത്തെ അതിന്റെ പിന്നെ ആ ലൈബ്രറിയുടെ പിന്നെ എന്താ പറയുക ലൈബ്രറിയിൽ പണിയെടുത്ത ഒരാളാണ് ഞാൻ. ദേശീയ കലാപരിഷത്ത് വായനശാലയുടെ 1 കോടി രൂപയുടെ കുറിയും അത് ഏർപ്പാട് നടത്തി പിരിക്കുന്നത് എന്തിനാണ്? ഈ പ്രതികളെ അതിൽ നിന്ന് രക്ഷിക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ്. അതായത് നെല്ലും പണവും കുമിഞ്ഞവന് കൊല്ലും കൊലയും കുലാധികാരം എന്ന് പറയുന്ന ഒരു കാട്ടുനീതി നടപ്പാക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിനെ ഉപയോഗിക്കുക. ഇതിനോട് വലിയ അനീതി പറയില്ല. അതുകൊണ്ട് തന്നെ CPIM-ന്റെ സംഘടനയിൽ നിന്നോ ഉത്തരവാദപ്പെട്ട ഇവരിൽ നിന്നോ ജപ്തി ചെയ്ത് പണം കൃത്യമായി തിരിച്ചെടുത്ത്, പിന്നെ നികുതി പിരിച്ചെടുത്തല്ല, പണം ഇവരിൽ നിന്ന് ജപ്തി ചെയ്ത് തിരിച്ചെടുത്ത് ഖജനാവിലടക്കാനുള്ള സംവിധാനം കോടതി ഇടപെട്ടിട്ട് ഉണ്ടാവണമെന്നാണ് ഒരു അഭ്യർത്ഥനയാണ് ഞാൻ ഇതിനകത്ത് ആവശ്യപ്പെടുന്നത്. അതാണ് കേരളത്തിന്റെ പൊതുസമൂഹം. ഞാൻ അങ്ങയിലേക്ക് വരാം ശ്രീ പാണ്ഡ്യല ഷാജി. ഇതാണ് കേരളത്തിന്റെ പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്. അഡ്വക്കേറ്റ് JR പത്മകുമാർ, സർക്കാരിനായി മുതിർന്ന അഭിഭാഷകർ പറന്നെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സുപ്രീം കോടതിയിൽ നിന്നടക്കം വലിയ വൻ തോക്കുകളായ അഭിഭാഷകരാണ് ഈ CBI അന്വേഷണത്തെ ചെറുക്കാൻ വേണ്ടി കേരള സർക്കാരിന് വേണ്ടി ഹാജരായത്. മനീന്ദർ സിംഗ്, പ്രഭാസ് ബജാജ്, രഞ്ജിത് കുമാർ, ഇവരൊക്കെ കൈപ്പറ്റിയ ഒരു കണക്കുണ്ട് നമ്മുടെ മുന്നിൽ. അത് സർക്കാർ തന്നെ നിയമസഭയിൽ രേഖാമൂലം അവിടെ വെച്ച കണക്കാണ്. മനീന്ദർ സിംഗിന് നൽകുകയാണ് 60 ലക്ഷത്തിലധികം രൂപ. പിന്നെ ആ അഭിഭാഷകന്റെ താമസത്തിനും യാത്രാ ചെലവിനുമൊക്കെയായി 3 ലക്ഷത്തോളം രൂപ കൂടുതൽ ചെലവഴിക്കുന്ന സാഹചര്യം. പ്രഭാസ് ബജാജിന് 3 ലക്ഷം രൂപ നൽകുന്നു, രഞ്ജിത് കുമാറിന് 25 ലക്ഷം രൂപ നൽകുന്നു. ഇതൊക്കെ നമ്മുടെ മുന്നിൽ പബ്ലിക്കിന്റെ മുന്നിലുള്ള കണക്കുകളാണ്. നിയമസഭാ രേഖയിലടക്കം സർക്കാർ സമർപ്പിച്ച കണക്കാണ്. ഇതിൽ നിന്നും എത്രയോ വിഭിന്നമായിരിക്കും, എത്രയോ കൂടുതലായിരിക്കും ഇവർ അനധികൃതമായി നൽകിയിട്ടുണ്ടാവുക. ഇതെല്ലാം സർക്കാർ ഖജനാവിൽ നിന്നല്ലേ? ഇത് നമ്മുടെ പണമല്ലേ? ഇത് തിരിച്ചു പിടിക്കാൻ സംവിധാനം ഉണ്ടാകേണ്ടേ? തീർച്ചയായിട്ടും അത് അങ്ങനൊരു സംവിധാനം ഉണ്ടാവണം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, നിയാസ് തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ പറഞ്ഞത് കോടതി തന്നെയാണ് CBI അന്വേഷണത്തിനെ സംബന്ധിച്ച് ഓർഡർ ഇട്ടത്. നമുക്കറിയാം നിലവിലുള്ള നിയമം അനുസരിച്ച് ഒന്നുകിൽ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ കോടതി തീരുമാനമെടുക്കണം. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് അത് നിഷേധിക്കുകയും കോടതി അതിന് വേണ്ടിയിട്ട് നടപടികൾ ആരംഭിക്കുകയും ഒരു സെൻട്രൽ ഏജൻസി എന്നുള്ള നിലയിൽ ആ ഏജൻസിയോട് ഇതിനുള്ളൊരു നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ വിരോധമോ മറ്റേതെങ്കിലും ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊരു സ്വാധീനിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവർ മറിച്ചൊരു നിലപാട് പണ്ട് കാലത്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൂർണ്ണമായിട്ടും CBIയെ സ്വതന്ത്രമായി വിട്ടുകൊടുക്കുകയും അവർക്ക് ആ കേസിൻ്റെ മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ തീരുമാനം എടുക്കാനുള്ള ഒരു നിലപാട് സ്വീകരിക്കാനുള്ള അവകാശം, ഈ മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കാനുള്ള അവകാശം CBIക്കുണ്ട്. അതുകൊണ്ടാണ് സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടക്കുന്നത്. നമുക്കറിയാമല്ലോ, കേരളത്തിൽ പ്രഭാതമായ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ അന്വേഷണം CBI നടത്തിയ സമയത്ത് ഇന്നത്തെ കോൺഗ്രസിൻ്റെ വലിയ അഖിലേന്ത്യാ നേതാവും ഒക്കെ ഉൾപ്പെടുന്ന കേസ് വന്ന സമയത്തും സത്യസന്ധമായി അന്വേഷണം നടത്തുകയും അതിൽ ആരെയും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പ്രതി ചേർക്കണം എന്നുള്ളൊരു ഉദ്ദേശമില്ലാത്തത് കൊണ്ട് സത്യസന്ധമായി അന്വേഷണം നടത്തുകയും അതിൽ ചാർജ് ഷീറ്റ് കൊടുക്കുകയും ചിലതെല്ലാം റെഫർ ചെയ്യുകയൊക്കെ ചെയ്ത സാഹചര്യം ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ശക്തമായൊരു നിലപാട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നീതി ലഭ്യമാകാൻ ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഗവൺമെൻറ് നേരിട്ടങ്ങോട്ട് ഇടപെട്ടു എന്നുള്ളൊരു അർത്ഥത്തിലല്ല. ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെൻറ്റിൻ്റെ ബാധ്യത, ഡ്യൂട്ടി, കർത്തവ്യം എന്ന് പറഞ്ഞാൽ ഈ ഇവിടുത്തെ മൗലിക അവകാശം, ഇരകളുടെ അവകാശം സംരക്ഷിക്കുക, പൗരന്മാരുടെ അവകാശം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അവിടെ പ്രതിസ്ഥാനത്ത് വരുന്ന ആളുകളെ സംരക്ഷിക്കാനില്ല, അതിന് പ്രതിഭാഗം വക്കീലന്മാരുണ്ട്. പ്രോസിക്യൂഷൻ ആരാണ് പ്രോസിക്യൂഷൻ്റെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? പ്രോസിക്യൂഷൻ ആരാണ്? അത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. അവിടെ അത് മറന്നുകൊണ്ട്
പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഖജനാവിലെ പണം ദുർവിനിയോഗം ചെയ്തു എന്നുള്ളത് വളരെ കുറ്റകരമായൊരു കാര്യമാണ്. അതുകൊണ്ടാണ് എല്ലാ ആളുകളും പറയുന്നത് ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ CPM പ്രതികളെ സംരക്ഷിക്കേണ്ടത് CPMൻ്റെ ബാധ്യതയാണ്. അവർക്കറിയാമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഈ ഗുണ്ട പണികളെല്ലാം ചെയ്യുമ്പോഴും അവർക്ക് വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത അവർക്ക് പാർട്ടിക്കുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അവരുടെ പാർട്ടി ഫണ്ടിൽ നിന്നോ അവരുടെ വ്യക്തിപരമായ സമ്പാദ്യത്തിൽ നിന്നോ വേണം, പൊതുഖജനാവിൽ നിന്ന് കൊടുക്കരുത് എന്നുള്ളതാണ് വളരെ കാര്യം. ഈ കൃപേഷിൻ്റെയും അമ്മയും അച്ഛനും സാധനങ്ങൾ വാങ്ങുന്ന നികുതി പണത്തിൽ നിന്ന് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ മക്കളെ കൊന്ന അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെ കൊന്ന ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവരുടെ നികുതി പണവും ഉപയോഗിക്കുന്നുവെന്ന് പറയുന്നത് അധാർമികമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. പൊതുഖജനാവിലെ നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് വീടില്ല, മറ്റ് ജീവിതമില്ല, പെൻഷനില്ല, സാലറി ഇല്ല, മറ്റ് സൗകര്യങ്ങളില്ല, അതിനൊക്കെ ചിലവഴിക്കേണ്ട പൈസ ഈ ക്രിമിനലുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് നീതികേടാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കോടിക്കണക്കിന് രൂപ ഒരു കേസിൽ മാത്രമല്ല പല കേസിലുമുണ്ട്, പല കേസിലുമുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ ഗവൺമെന്റ് ഉപയോഗിക്കുന്നത്. അതാണ് ശ്രീ പാണ്ഡ്യാല ഷാജി നേരത്തെ കാര്യമുണ്ട്. 100 കോടിയിലധികം രൂപ ഇത്തരത്തിൽ കേസുകൾ അട്ടിമറിക്കാൻ വേണ്ടി സർക്കാരിന് അനുകൂലമാക്കി, പാർട്ടിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ വലിയ ശ്രമം നടന്നു എന്നത്. ജന ഡിബേറ്റ് പുരോഗമിക്കുമ്പോൾ കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് PM നിയാസിലേക്കാണ് പോകുന്നത്. ശ്രീ PM നിയാസ്, ഇന്ന് 24 പ്രതികളാണ് ഈ പ്രതി പട്ടികയിൽ ഉണ്ടായിരുന്നത്. 14 പേർ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുകയാണ്. 10 പേരെ വെറുതെ വിട്ടു. ഈ 10 പേരെ വെറുതെ വിട്ടതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കുമോ? അപ്പീൽ പോകുമോ കോൺഗ്രസ്? ഞാനത് ചോദിക്കുന്നതിൽ ഒരു പ്രത്യേക കാരണമുണ്ട്, അത് വഴിയെ പറയാം. നമുക്കറിയാം, ഇവിടെ 1 മുതൽ 8 വരെയുള്ള പേരിലാണ് കൊലക്കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ 10-ാം പ്രതി രഞ്ജിത്ത്, അത് 15-ാം പ്രതി സുരേന്ദ്രൻ എന്ന വിഷ്ണു സുര, ഇവർക്കെതിരെയാണ് 302 വകുപ്പ് പ്രകാരമുള്ള 10 പേർക്ക് കോൺസ്പിറസി, രഞ്ജിത്തിനും സുരയ്ക്കും, വിഷ്ണു സുര എന്ന് പറയുന്ന സുരയ്ക്കും കോൺസ്പിറസിയും 302 കൂടിയാണ്. ബാക്കി 4 ഇവർക്കാണ് കൊലക്കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ പേരിൽ 225 IPC പ്രകാരം 14-ാം പ്രതി മണികണ്ഠൻ, 20-ാം പ്രതി KV കുഞ്ഞിരാമൻ XMLA, 21-ാം പ്രതി രാഘവൻ, 22 KV ഭാസ്കരൻ. ഇതിൽ നമുക്ക് ഒരു കാര്യം അറിയേണ്ടത്, ഇതിൽ നമുക്ക് 10 പ്രതികളെയാണ് നമുക്കിപ്പോൾ അതിൽ വിട്ടിട്ടുള്ളത്. ആ 10 പ്രതികളെ വിട്ടുപോയത് സ്വാഭാവികമായും അതിൽ ഞങ്ങൾ ഏറെ പ്രതീക്ഷിച്ചിരുന്ന 16-ാം പ്രതിയും 18-ാം പ്രതിയും ഒക്കെ ഇതിൽ ഏറ്റവും ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളും തെളിവുകളും ഉള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്ന, പ്രോസിക്യൂഷൻ കേസ് നടത്തിയപ്പോൾ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവരെ ഉൾപ്പെടെ 10 പേരെയാണ് ഇപ്പോൾ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിൻ്റെ 3-ാം തീയതി വിധിപ്പകർപ്പ് കിട്ടിയെങ്കിൽ മാത്രമേ ഇതിലെ നമുക്ക് കേസ് നടത്തിയിരുന്ന CBIയുടെ അഭിഭാഷകനായ ഗോപി ജോസഫും അതുപോലെ തന്നെ ഞങ്ങളുടെ അത് അസിസ്റ്റ് ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ K പത്മനാഭൻ എന്ന് പറയുന്ന വക്കീലിൻ്റെയും ലീഗൽ ഒപ്പീനിയൻ നമുക്ക് നേടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ നമ്മുടെ പ്രോസിക്യൂഷനെ അസിസ്റ്റ് ചെയ്തിരിക്കുന്ന അഭിഭാഷകരുടെയും അതുപോലെ ഞങ്ങളുടെ നിയമ ഉപദേശകരെയും കിട്ടിയതിനു ശേഷം ഇതിലെങ്ങനെയാണ് അപ്പീൽ കൊടുക്കേണ്ടതെന്ന് ബന്ധപ്പെട്ട കൃപേഷിൻ്റെയും അതേപോലെ തന്നെ ശരത്ലാലിൻ്റെയും കുടുംബങ്ങൾ, അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവിടെ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന സത്യേട്ടനും കൃഷ്ണനും, അവർ 2 പേരും അവരുടെ അച്ഛന്മാരാണ്. അതുപോലെ തന്നെ അമൃതയും കൃഷ്ണമായും അവരുടെ സഹോദരിമാരാണ്. അതുപോലെ അവരുടെ അമ്മ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഒക്കെ ആലോചിച്ച് ഇക്കാര്യത്തിൽ നിയമ അനുശാസിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവരുടെ കുടുംബാംഗങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും പാർട്ടി അതിനുവേണ്ടി നിയമപരമായ അപ്പീൽ ഉൾപ്പെടെയുള്ള സാധ്യതകൾ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഏതറ്റം വരെയും ബാക്കിയുള്ളവരെയും കുറ്റക്കാരായ ആളുകളെയും നിയമത്തിന് മുമ്പിൽ ശിക്ഷ ഏറ്റുവാങ്ങുന്നതിനാവശ്യമായ നടപടികൾ എടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നിലിമ ചോദിച്ച ചോദ്യമാണ്. നിലിമ ചോദിച്ചതിന് അനുബന്ധമായി എനിക്ക് പറയട്ടെ. ഒരു കാര്യം, ഇവിടെ TP ചന്ദ്രശേഖരൻ കേസിലൊക്കെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന പലരും ക്രിമിനൽ പശ്ചാത്തലമുള്ള വാടക ഗുണ്ടകളായ CPM എന്നും വാടകയ്ക്കെടുത്തിരിക്കുന്ന CPMൻ്റെ വാടക ഗുണ്ടകളായിരുന്നു. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ബന്ധിരിക്കുന്ന ആളുകളൊക്കെ വിഷ്ണു സുരയാവട്ടെ, അതുപോലെ തന്നെ അശ്വിനാവട്ടെ, സുബീഷാവട്ടെ തുടങ്ങിയ മുഴുവൻ ഈ ആളുകളും
14-ൽ 10 പേരും CPM-ന്റെ നേതാക്കളും അറിയപ്പെടുന്ന പ്രവർത്തകരും ആ CPM-ന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത CPM ആളുകളാണ്. അതുപോലെ മുൻ MLA, അതുപോലെ അവരുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, അവരുടെ DYFIയുടെ മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഇത് അവർക്ക് കഴിയൊഴിയാൻ പറ്റുമോ? കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്താ പറഞ്ഞത്? നിയമത്തിൻ്റെ വഴിക്ക് പോകും. ഇപ്പോൾ CPM നേതാക്കന്മാർ എന്താ പറയുന്നത്? ഞങ്ങളുടെ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അപ്പീൽ പോകുന്ന തീരുമാനമാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ഈ കുറ്റം CPM ഏറ്റെടുക്കണം. ഇത് അവരുടെ പ്രതികൾ മുഴുവനും ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയെ പോലെയല്ല, കേഡർ പാർട്ടിയാണ്. കോൺഗ്രസിന്റെ പ്രതികളെല്ലാം CPM വളരെ കൃത്യമായി അങ്ങ് പറഞ്ഞു വെക്കുന്നുണ്ട്. എങ്കിൽ ഈ 10 പേരെ വെറുതെ വിട്ടതിനെതിരെ വളരെ കൃത്യമായി നിയമ നടപടി സ്വീകരിക്കുമെന്നല്ലേ അങ്ങ് പറയേണ്ടിയിരുന്നത്? അല്ലാതെ അക്കാര്യത്തിൽ നിയമോപദേശം വരട്ടെ, ശിക്ഷാവിധി വരട്ടെ. ഒരു മിനിറ്റ് അത് ക്ലിയർ ചെയ്യാം. ഞാനത് പറഞ്ഞത് കൃത്യമാണ്. വിധി പകർപ്പ് വന്ന് കഴിഞ്ഞാൽ അവരുടെ കുടുംബാംഗങ്ങളുമായി ആലോചിച്ച് അതിന് അപ്പീൽ പോകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. പക്ഷേ വിധിപ്പകർപ്പ് വന്നെങ്കിൽ മാത്രമേ എത്രമാത്രം നമുക്ക് മുന്നോട്ട് പോകണം എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ് ഞാൻ പറഞ്ഞതിന് ഉദ്ദേശം. എന്തായാലും അപ്പീൽ പോകണം എന്ന് തന്നെയാണ് പാർട്ടിയും അവരുടെ കുടുംബാംഗങ്ങളും ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഞാനത് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ശ്രീ PM നിയാസ്, ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ഈ ശിക്ഷാവിധി പുറത്തു വന്നപ്പോൾ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് കേസിൽ CPM-ഉം കോൺഗ്രസുമായി ഒത്തുതീർപ്പുണ്ടായതിനാലാണ് 10 പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, ഈ പെരിയ കേസുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് DCC-യിൽ നടന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഒരു വിഭാഗം അതിശക്തമായി ഇവർക്ക് നീതി ലഭിക്കാൻ വേണ്ടി, CPM പ്രതികൾക്ക് നീതി ലഭിക്കാവുന്ന വിധത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൻ്റെ പേരിൽ കാസർഗോഡ് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികളൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ അതിൻ്റെ വെളിച്ചത്തിലായിരിക്കാം BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഇത്തരത്തിലൊരു അഭിപ്രായം നടത്തിയത്. ഒരിക്കലുമല്ല. ഇക്കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ നിങ്ങളെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ കേസിൽ 292 സാക്ഷികളാണ്. അതിൽ 154 സാക്ഷികൾ ഉദ്യോഗസ്ഥന്മാരല്ലാത്തവരാണ്. എന്ന് പറഞ്ഞാൽ ഇതിലെ ഉദ്യോഗസ്ഥ സാക്ഷികളല്ലാതെ 154 പേരെ ഹാജരാക്കിയ പ്രോസിക്യൂഷന് പിന്നിൽ കോൺഗ്രസിൻ്റെ സഹായമുണ്ടായിരുന്നു. അവർക്ക് വേണ്ട നിയമപരമായ സഹായമുണ്ടായിരുന്നു. അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം കൊടുത്തു. എല്ലാം നടത്തി. ഒരു കൊലക്കേസ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു ക്രിമിനൽ ലോയർ ആയതുകൊണ്ട് പറയുകയാണ്, ഞാൻ പ്രോസിക്യൂഷനിൽ കുറേ കൊലക്കേസുകൾ നടത്താൻ എനിക്ക് അവസരം കിട്ടിയ ഒരാളാണ്. ഒരു കൊലക്കേസിൽ പ്രോസിക്യൂഷൻ ഇത്രയേറെ താല്പര്യമെടുത്ത് എത്ര കേസന്വേഷണം നടത്തിയാലും അത് കോടതിയിൽ തെളിയിക്കണമെങ്കിൽ സാക്ഷികൾ വന്ന് പറയണം. അവിടെ അറിയാമല്ലോ, CPM-ൻ്റെ കോട്ടയായി നിൽക്കുന്ന ഒരു ഏരിയയിൽ അവിടെ സാക്ഷികൾ നിഷ്പക്ഷരായി സത്യസന്ധരായ സാക്ഷികളെ കോടതി മുമ്പാകെ കൊണ്ടുവന്ന് പറയിപ്പിച്ച് അവർക്ക് സംരക്ഷണം ഒരുക്കുക എന്നത് CPM-ൻ്റെ ഭരണത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയത്. ഒരു പ്രോസിക്യൂഷൻ കേസ് നടത്തണമെങ്കിൽ എത്ര ചിലവ് വരുമെന്ന് താങ്കൾക്കറിയാമല്ലോ. അത്രയും ചിലവും കാര്യങ്ങളും ഒക്കെ നടത്തി കേസ് മുന്നോട്ട് കൊണ്ടുപോയ ആളുകളാണ് ഞങ്ങൾ. ഇവിടെ കോടതിയിൽ CBI നന്നായ കേസ് അന്വേഷിച്ചു. പക്ഷെ കോടതിയുടെ വിധിയിൽ 10 പേരെ വെറുതെ വിട്ടു, അല്ലെങ്കിൽ കുറ്റക്കാരല്ലെന്ന് കണ്ടു. അവരെ ഈ കൂടി ശിക്ഷിക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് ഞങ്ങൾ പോകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഈ സുരേന്ദ്രൻ എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സുരേന്ദ്രനോട് എനിക്ക് പറയാനുള്ളത്, സുരേന്ദ്ര, ഈ കേസിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇക്കാര്യത്തിൽ 100% ഈ അവസാനം ഞങ്ങൾ സുപ്രീം കോടതി വരെ പോയപ്പോഴും ഞങ്ങളും പോയല്ലോ. സുപ്രീം കോടതി വരെ സംസ്ഥാന ഗവൺമെൻറ് പോയപ്പോൾ ഞങ്ങളും പോയില്ലേ? കേരള ഹൈക്കോടതിയിൽ 2 തവണ വന്നപ്പോൾ ഞങ്ങളും പോയില്ലേ? ഇവിടെ എല്ലാ കാര്യത്തിലും ഈ സർക്കാരിൻ്റെ കുൽസിത ശ്രമങ്ങളെ അതിശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയത് കോൺഗ്രസ് ഒറ്റക്കെട്ടായാണ്. അതിൽ കേരളത്തിലെ PCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ശരത് ലാലിന്റെയും കുടുംബമല്ലേ പോയത് ഹൈക്കോടതിയിൽ? ആണ് അതിന് സഹായം ചെയ്തു കൊടുത്തത്.
അതിന് സഹായം ചെയ്തു. നിങ്ങൾക്കറിയാലോ, അവർക്ക് വീട് സ്വന്തമായില്ലാത്ത ആളുകളാണ്, അവർക്ക് വീട് വെച്ചു തന്ന പാർട്ടിയാണ്, അവരുടെ വീടിൽ ഞാൻ പോയതാണ്. അവരൊക്കെ ഒരു പശുവിനെ കറന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ജീവിക്കുന്നവരാണ്, കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നവരാണ്. ഒരു കൊലക്കേസ്, എറണാകുളത്ത് കൊലക്കേസ് നടത്തി 184 പേരെ സാക്ഷി വിസ്താരം നടത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒറ്റയ്ക്ക് സാധ്യമാവുന്ന കാര്യമല്ല. പാർട്ടിക്കാര്യത്തിൽ കാണിച്ച ഒരു ധീരമായ നിലപാട് KPC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് നമ്മുടെ VD സതീശനും അതുപോലെ DCC പ്രസിഡന്റും DCC ഭാരവാഹികളും എല്ലാം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി. അങ്ങ് പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. അവിടെ ഒരു കേസിലെ ഒരു പ്രതിയുടെ മകൻ്റെ കല്യാണത്തിന് അവിടെ ഒരു കോൺഗ്രസിൽ ഉത്തരവാദപ്പെട്ട 2-3 പേര് പോയി എന്ന് പറഞ്ഞപ്പോൾ അന്വേഷണം നടത്തി ഞാനാണ്. അത് കുറ്റം കണ്ടെത്തിയവരെ പേരിൽ 4 പേരെ പാർട്ടിയിൽ നിന്ന് വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന 4 പേരെ പാർട്ടിയുടെ സ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പോഴും അവർ പുറത്തു നിൽക്കുകയാണ്. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ആ വലിയ KPCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള വലിയ നേതാക്കന്മാരെ പോലും ഇതിൻ്റെ ആരോപണത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തിയവരാണ് ഞങ്ങൾ, സസ്പെൻഡ് ചെയ്തവരാണ് ഞങ്ങൾ. അപ്പോൾ അതിലൊരു ശക്തമായ നിലപാട് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ CPM-നെ പോലെയല്ല. ഞങ്ങൾ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഇരകൾക്കൊപ്പമാണ്, മരണപ്പെട്ടവർക്കൊപ്പമാണ്, കൊല്ലപ്പെട്ടവർക്കൊപ്പമാണ്. അക്കാര്യത്തിൽ ഒരു സംശയം വേണം. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ കാര്യത്തിൽ നിതാന്തര ജാഗ്രതയും ഞങ്ങളുടെ അതിശക്തമായ സൂക്ഷ്മ നിരീക്ഷണവും ഒക്കെ സഹായവും ഒക്കെ കൊണ്ടാണ് ഈ രീതിയിൽ വിധി പ്രഖ്യാപിക്കാൻ ഇടവന്നിട്ടുള്ളത്. ബാക്കി പ്രതികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാനുള്ള അവസാന ശ്രമവും ഞങ്ങളുടെ പാർട്ടി സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അഡ്വക്കേറ്റ് JR പത്മകുമാർ, കെ സുരേന്ദ്രൻ പറഞ്ഞതിനെ പൂർണ്ണമായും നിരാകരിക്കുകയാണ് അഡ്വക്കേറ്റ് PM നിയാസ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, അവിടെ ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ കാസർഗോഡ് DCC-യിൽ ഉണ്ടായ പടലപ്പിണക്കങ്ങൾ നമുക്കറിയാം. മുൻ ഭാരവാഹികൾ പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യം പോലും അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ ഒരുപക്ഷെ കെ സുരേന്ദ്രൻ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്? നമ്മുടെ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരും CPM-ഉമായിട്ടുള്ള ഒരു അന്തർധാര ഈ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വളരെ വ്യക്തമാണല്ലോ. പൊതുസമൂഹത്തിൻ്റെ മുന്നിലുള്ള ഒരു കാര്യമാണല്ലോ. നമുക്കറിയാമല്ലോ, ഇപ്പോൾ തന്നെ ഇതിൽ 13ാം പ്രതി ബാലകൃഷ്ണനെ വെറുതെ വിട്ടവരുടെ കൂട്ടത്തിൽ ബാലകൃഷ്ണൻ ഉണ്ട് എന്നുള്ള മനസ്സിലാക്കുന്നത്. ആ ബാലകൃഷ്ണൻ്റെ വീട്ടിലെ കല്യാണത്തിനാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോൾ നിയാസ് പറഞ്ഞ അന്വേഷണം നടത്തിയിട്ടുള്ള ആ കേസിലെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് പോയിട്ടുള്ളത്. അപ്പം മണ്ഡലം പ്രസിഡന്റ് പോയത് ഇപ്പോൾ കേസിൽ വെറുതെ വിട്ട പ്രതിയുടെ വീട്ടിലെ ചടങ്ങിനാണ്. അപ്പോൾ അവർ തമ്മിലുള്ള കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരും CPM നേതാക്കന്മാരും തമ്മിലുള്ള ഒരു അന്തർധാര എല്ലാവർക്കും വ്യക്തമാണല്ലോ. അതാണല്ലോ പിന്നീട് കോൺഗ്രസിനകത്ത് പ്രശ്നമുണ്ടായതും. കുറച്ച് ശിക്ഷിക്കണം അല്ലെങ്കിൽ CPM-നെതിരായിട്ട് ശക്തമായ നിലപാടെടുക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗമായിട്ടുള്ള അവർ ശക്തമായ നിലപാടെടുത്തതിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കേണ്ടിയും ചെയ്തിട്ടുണ്ട്. നടപടി സ്വീകരിച്ചിട്ട് ഫലം എന്തായി? ഇപ്പോൾ 13ാം പ്രതി ഉൾപ്പെടെയുള്ള ചില ആളുകൾ അവർ വെറുതെ വിടുന്ന സാഹചര്യമുണ്ടായി. ഏതൊക്കെ രീതിയിലാണ് തെളിവ് കൊടുത്ത സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതികൾക്ക് അനുകൂലമായി ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കിപ്പോൾ ജഡ്ജ്മെൻറ്റ് പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും അറിയാം. സാക്ഷികളുടെ തെളിവ് കൊടുത്തതിലുള്ള കുഴപ്പമാണോ അല്ലെങ്കിൽ ഹോസ്റ്റലായതായിട്ടുള്ളതാണോ എന്നുള്ള കാര്യം എന്തായാലും നമുക്കിപ്പോൾ ഫൈനൽ ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ അറിയാം. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, കണ്ണൂർ ജില്ലയിൽ അല്ലെങ്കിൽ മലബാറിൽ ഉണ്ടായിട്ടുള്ള നമുക്കറിയാം, കേരളത്തിൽ UDF-ഉം LDF-ഉം മാറി മാറി അധികാരം കൈയാളിയിട്ടുള്ളതും ഈ പ്രോസിക്യൂഷൻ ഇവർ മാറി മാറി കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്, മലബാർ മേഖലകളിൽ കോൺഗ്രസിൻ്റെ ആളുകൾ ഇരയായിട്ടുള്ള അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുള്ള കേസുകൾ ഒരെണ്ണത്തിലെങ്കിലും ശക്തമായ രീതിയിൽ അവരെ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ CPM പ്രതിയായിട്ടുള്ള കേസുകളിൽ ഈ ഒരു കേസ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള കേസുകളൊന്നും പരിശോധിച്ച് നോക്കിയാൽ ശക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എപ്പോഴും പ്രോസിക്യൂഷൻ്റെ പരാജയം അല്ലെങ്കിൽ ഒത്തുകളിയുടെ അടിസ്ഥാനത്തിൽ CPM ഈ കോൺഗ്രസിൻ്റെ ഇരകൾക്ക് നീതി നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ യാതൊരു സംശയം വേണ്ട. നിങ്ങൾ കണക്കിൽ പരിശോധിച്ച് നോക്കിയാൽ അറിയാം.
എപ്പോഴും CPM അവരുടെ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ശക്തമായി പ്രതികരിക്കാൻ ഇവർ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. കാര്യം കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയാൻ കാരണം അവരാണ് മാറി മാറി ഈ ആഭ്യന്തരം കൈകാര്യം ചെയ്യാൻ അവസരം കിട്ടിയിട്ടുള്ളത്. BJPക്ക് അങ്ങനെ ഒരു അവസരം കേരളത്തിൽ കിട്ടിയിട്ടില്ല. സുഹൈൽ വാദം തന്നെ എടുത്ത് പരിശോധിച്ചു. 96 ലക്ഷം രൂപയാണ് ആ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് CPM ചിലവാക്കിയിട്ടുള്ളത്. അതും CBIയുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ നിലപാട് വന്നിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതേപോലെ എത്ര അരിയൽ സുക്കൂർ കേസ്, ഞാൻ കോൺഗ്രസിൻ്റെ മാത്രമല്ല UDFിൻ്റെ കാര്യങ്ങൾ പറയാം. അരിയൽ സുക്കൂർ കേസ്, TP ചന്ദ്രശേഖരൻ കേസിൽ പ്രോസിക്യൂഷന് കൈകാര്യം ചെയ്യാൻ അവകാശം കിട്ടിയിട്ടുള്ളത് UDFിനാണ്. എന്നിട്ട് അതിൻ്റെ അന്വേഷണം നമുക്കറിയാമല്ലോ, പകൽ പോലെ വെളിച്ചമല്ലേ. ഒരു ഘട്ടത്തിൽ പ്രതികളിലേക്ക് നേതാക്കന്മാരിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ കേസ് പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടു. നേരത്തെ പണ്ഡ്യാല ഷാജി അദ്ദേഹം സൂചിപ്പിച്ച കാര്യം, നമ്മുടെ യുവമോർച്ച നേതാവിനെ കൊന്ന കേസ്, അതിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് കോടതി പറഞ്ഞു. അത് പ്രോസിക്യൂഷൻ കേസ് അട്ടിമറിച്ചത് വളരെ വ്യക്തമാണ്, പച്ചവെള്ളം പോലെ വ്യക്തമാണ് എന്ന് പറഞ്ഞിട്ട് അതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ UDF ആണ് ഭരണത്തിൽ ഇരുന്നിട്ടുള്ളത്. ആ സമയത്ത് എന്തായിരുന്നു, എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്? കേരളത്തിലെ പൊതുവായി നമ്മൾ CPM അല്ലെങ്കിൽ CPM സഹയാത്രിക പ്രതിയായി വരുന്ന കേസുകളിലൊക്കെ എടുത്തിട്ടുള്ള നിലപാടുകൾ, പരുമല കേസിനെ സംബന്ധിച്ച് കോടതി പറഞ്ഞത് എന്താ? ആ രക്ഷകർത്താക്കളോട് പറഞ്ഞത് അവരോടൊപ്പം കണ്ണീർ വാർക്കാൻ ഉള്ള അവസരമേ എനിക്കുള്ളൂ, അല്ലാതെ എനിക്കിത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല. കാരണം പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു, ഈ ഇരകൾക്ക് നീതി കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല, എനിക്ക് ഈ നിയമത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കാനേ കഴിയുള്ളൂ. അതുകൊണ്ട് അതന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടി സ്വീകരിക്കണം, നിങ്ങളോടൊപ്പം ചേർന്ന് കണ്ണീർ പൊഴിക്കാനേ എനിക്കും കഴിയുന്നുള്ളൂ എന്ന് നിസ്സഹായ അവസ്ഥ കോടതി അതിൽ വെളിപ്പെടുത്തിയതാണ്. പക്ഷേ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? അതുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്, കോൺഗ്രസ് ശക്തമായി നിലപാട് സ്വീകരിക്കണം. നിങ്ങളുടെ ഈ ഒത്തുകളി രാഷ്ട്രീയം, അന്ധമായ BJP വിരോധത്തിൻ്റെ പേരിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ സഖ്യകക്ഷിയായി ഇരുന്നു കൊണ്ട് സ്വന്തം അണികളെ ബലി കൊടുത്താലും BJP പരാജയപ്പെടുത്തണം എന്നുള്ളൊരു നിലപാട് മാത്രം സ്വീകരിച്ച് മുന്നോട്ട് പോകാതെ ഇക്കാര്യത്തിൽ ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ശക്തമായ നിലപാടുമായി മുന്നോട്ട് വരാൻ തയ്യാറാകണം. അല്ലാതെ ഒരു പത്രപ്രസ്താവന കൊണ്ടോ ഞങ്ങളിത് അപ്പീൽ കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. യെസ്, ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ CPM പ്രതിനിധി നിരീക്ഷകൻ സതീഷ് വാസന്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഈ ചർച്ചയിൽ. അഡ്വക്കേറ്റ് സതീഷ് വാസന്ത്, നമ്മൾ ഈ ചർച്ച തുടങ്ങി വെച്ചത് തന്നെ ഈ 2 യുവാക്കളെ കൊലപ്പെടുത്തിയ കൊലയാളികൾക്ക് വേണ്ടി സുപ്രീം കോടതി വരെ സംസ്ഥാന സർക്കാർ പോയതിൻ്റെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്തിനായിരുന്നു ഈ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ കൊലയാളി സംഘത്തിന് വേണ്ടി സർക്കാർ തന്നെ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കേണ്ട സാഹചര്യം എന്തായിരുന്നു? നിരിമ, ഞാൻ ഇവർ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല, എന്നാലും ഞാൻ പറയുന്നു. ഇപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു കേസ് എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. ഇപ്പം രാഷ്ട്രീയ കൊലപാതകമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. നോക്കൂ, ഇതെന്ന് പറയുന്ന ഒരു അമ്പലത്തിൽ നടന്ന ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ നടന്നിട്ടുള്ള ഒരു കൊലപാതകമാണ്. അതൊരു വ്യക്തിവൈരാഗ്യം, എന്തെങ്കിലും വ്യക്തികൾ തമ്മിലുള്ള വൈരാഗ്യം. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാക്കി മാറ്റേണ്ട ഒരു ആവശ്യം കോൺഗ്രസിനും BJPക്ക് കൊണ്ടു. കാര്യം എന്ന് വെച്ചാൽ ഇത് രാഷ്ട്രീയ കൊലപാതകം. നിങ്ങൾ രാഷ്ട്രീയ കൊലപാതകമാണോ എന്ന് പരിശോധിക്കൂ. നിങ്ങൾ പറയും ഇതിൻ്റെ പ്രതികളെല്ലാം CPMൻ്റെ ആൾക്കാരാണ്, അതുകൊണ്ട് ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല. ഇത് എവിടെയും തുടങ്ങി നോക്കൂ, സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഇത് 2 പാർട്ടികൾ തമ്മിലുള്ള അടിയിലാണ് ഇത് സംബന്ധിച്ചത്. ഇതൊന്നും അല്ലല്ലോ. അല്ല, ഞാൻ ജസ്റ്റിസ് സുധീന്ദ്രനാഥിന്റെ ആ സിംഗിൾ ബെഞ്ച് ഉത്തരവ് താങ്കൾ ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഇതിൽ പറയുന്നത് വളരെ കൃത്യമായി CPM ആസൂത്രണം ചെയ്തതുപോലെ തോന്നുന്നു എന്നാണ് കോടതി പറഞ്ഞത്. ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവരെല്ലാം CPMകാരാണ്, എല്ലാവരും CPMകാരാണ്. അതിൽ മറ്റു പാർട്ടികളുടെ ഒരു പ്രതിനിധി പോലുമില്ല. കൊല്ലപ്പെട്ടത് യൂത്ത് കോൺഗ്രസുകാരാണ് കൊല്ലപ്പെട്ടത്. ഇത് രാഷ്ട്രീയ കൊലപാതകം അല്ലെങ്കിൽ പിന്നെ എന്താണ്? അല്ല, ഞാൻ പറയും ഇത് എവിടെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്? നിങ്ങൾ പറയും എവിടെയാണ് രാഷ്ട്രീയ കൊലപാതകമായിട്ട് നിങ്ങൾക്ക് എവിടെയാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റാർട്ടിങ്? ഇത് പറയുന്നത് ഇത് അമ്പലത്തിൽ അല്ലാന്ന് നിങ്ങൾ ആരെങ്കിലും പറയൂ. ഇത് ക്ഷേത്രത്തിൽ നടന്ന ഒരു പ്രശ്നത്തിന്റെ ക്ഷേത്രത്തിൽ നടന്ന ഒരു പരിപാടി. ഞാനൊന്ന് ഇടപെടുന്നതുകൊണ്ട് അങ്ങ് ക്ഷമിക്കണം. പീതാംബരന് നേരെ ഒരു ആക്രമണം ഉണ്ടാവുകയാണ്. അവിടെ പിന്നീട് ഒരു പ്രതിഷേധ യോഗം വിളിച്ചു ചേർക്കുമ്പോൾ കാസർകോട്ടെ പ്രമുഖനായ CPM നേതാവ് മുസ്തഫ പറയുകയാണ്, ഇത് ചെയ്തവർ ആരായാലും അവരുടെ തല തെങ്ങിൻ പൂക്കുല പോലെ ചിതറിക്കുമെന്ന് പരസ്യ പ്രസ്താവന നടത്തിയ
പ്രതിഷേധ യോഗത്തിൽ പറഞ്ഞത് CPM-ന്റെ നേതാവാണ്. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും CPM-കാരാണ്. പിന്നെ നിങ്ങൾ ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് എങ്ങനെ നിങ്ങൾക്ക് തറപ്പിച്ച് പറയാൻ കഴിയും? നോക്കൂ, ഇത് ഒരു രാഷ്ട്രീയ പ്രസംഗത്തിൽ പറയുന്നതെല്ലാം നടക്കുന്നുണ്ടോ? ഒരു രാഷ്ട്രീയ പ്രസംഗത്തിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അല്ല നീലിമ, ഞാൻ ഒരു പ്രകോപനപരമായ ഒരു രാഷ്ട്രീയ യോഗത്തിൽ വെച്ച് അങ്ങ് സംസാരിച്ചു അതെല്ലാം നടക്കുന്നുണ്ടോ? ഒന്നുമല്ലല്ലോ. ഇതെന്ന് പറയുന്നത് അങ്ങനെ അല്ല പോലെ. അതുകൊണ്ടാണ് രാഷ്ട്രീയ പ്രേരിതം അല്ല എന്ന് പറയുന്നത്. ഞാൻ ഈ കൊലപാതകത്തിന് ന്യായീകരിക്കാനൊന്നുമില്ല. ആര് നടത്തിയാലും കൊലപാതകം തന്നെ. അത് നടത്തിയവർക്കെതിരെ ശിക്ഷ വരണം. പക്ഷേ ഇവിടെ നിങ്ങൾ ആദ്യം നിൽക്കൂ. ഇവിടെ കേരള ഗവൺമെൻറ് പോലീസ് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ 14 പ്രതികളല്ലേ ഉള്ളൂ. CBI വന്നതിന് ശേഷമല്ലേ 10 പേരെയും കൂടി അഡീഷണൽ ചേർത്തത്. ഇപ്പോൾ CBI കോടതി എങ്ങനെയാണ് കണ്ടെടുത്തത്? 10 പേരെ അവരെ ഇത് വിടുതൽ ചെയ്തു അല്ലെ? അങ്ങനെയല്ലേ? അതുകൊണ്ടാണ് കേരള ഗവൺമെന്റ് CBI വരില്ല എന്ന് പറയുന്നത്. കാര്യം നിങ്ങളിപ്പം കോൺഗ്രസ്സുകാരൊക്കെ ഇപ്പം പറയുന്ന കേൾക്കുള്ളൂ. CBI എന്ന് പറയുന്നതും ED എന്ന് പറയുന്നതും ഇതെല്ലാം എന്ന് വെച്ചാൽ കൂട്ടിലടച്ച തത്തയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു കുഞ്ഞിരാമൻ ഇതിൽ എങ്ങനെയാണ് പ്രതിയായിട്ട് വരണം? നിങ്ങൾ നോക്കൂ, അദ്ദേഹം ആ പോലീസ് സ്റ്റേഷനിൽ പോയതാണോ തെറ്റ്? അതുകൊണ്ടാണോ പ്രതിയായത്? ഞാൻ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. വെറുതെ കുഞ്ഞിരാമൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പ്രതിയായതല്ല. രണ്ടാം പ്രതി സജി സി ജോർജിനെ സജി സി ജോർജ് അടക്കമുള്ള പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ബലമായി ഇറക്കിക്കൊണ്ടുവന്നതിനാണ് കുഞ്ഞിരാമൻ പ്രതി. അതുകൊണ്ട് പ്രതിയാവും. ഇപ്പൊ ഞാൻ രാഷ്ട്രീയ പാർട്ടി ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുന്നത് കുറ്റമാണോ അല്ലയോ? അല്ല, ഔദ്യോഗിക കൃത്യനിർവഹണം അതില് കുറ്റവാളി എങ്ങനെയാവും? അത് അദ്ദേഹത്തിന്റെ ഒരു ഞാൻ പറയും. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നമ്മളെ KPCC പ്രസിഡന്റ് ഇരിക്കുന്നല്ലോ, KPCC പ്രസിഡന്റ് കണ്ണൂർ എന്നിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് എടാ പോടാന്ന് വിളിച്ച് അവിടുത്തെ നീ ആടെ ഇവിടുത്തെ ഭരിക്കാന്ന് പറഞ്ഞ് അവിടുത്തെ ആൾക്കാരെ വിളിച്ചോണ്ട് പോയത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അദ്ദേഹം അതിൻ്റെ പ്രതിയാവോ? അങ്ങനെ അദ്ദേഹം പ്രതിയാവോ? നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീലിമ, ഞാൻ ഈ കൊലപാതകത്തിന് ന്യായീകരിക്കാനേ ഇല്ല. കുറ്റവാളികൾ ആരായിരുന്നാലും ഞാൻ വ്യക്തി വൈരാഗ്യം കൊണ്ട് നടത്തിയപ്പോഴത്തേക്കുള്ള ഒരു കൊലപാതകത്തിന് രാഷ്ട്രീയ കൊലപാതകമൊന്നും അത് CPM ഏറ്റെടുത്തു എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്കുള്ളത്. ഞാൻ പറഞ്ഞു കൊലയാളികൾ ആരായിരുന്നാലും നിങ്ങൾ അറസ്റ്റ് ചെയ്യൂ, അതിനെന്താ കുഴപ്പം? കോടതി ശിക്ഷിക്കൂ, അതിന് പോട്ട്. അത് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ CBI ഇതിനെയൊക്കെ നമ്മൾ എതിർക്കുന്നത്. താങ്കൾ രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് പറയുന്നു. അത് തന്നെ നമ്മൾ വേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. എന്തിന് സർക്കാർ ഈ കൊലയാളി സംഘത്തിന് വേണ്ടി സുപ്രീം കോടതി വരെ പോകുകയാണ്? CBI അന്വേഷണം വേണ്ട എന്ന നിലപാട് എന്തിനാണ് സർക്കാർ ഈ വിഷയത്തിൽ കൈക്കൊണ്ടത്? CPM അത്തരത്തിലൊരു നിലപാടെടുത്ത് അവരുടെ പൈസ കൊടുത്ത് CPM-ന്റെ ഫണ്ട് ഉപയോഗിച്ച് സുപ്രീം കോടതിയിൽ പോയി CBI അന്വേഷണത്തെ തടയാൻ ശ്രമിച്ചാൽ അതിനൊരു ന്യായീകരണമുണ്ട്. പാർട്ടി സഹാക്കളെ രക്ഷിക്കേണ്ടത് പാർട്ടിയുടെ ചുമതലയാണെന്ന് വെക്കാം. പക്ഷേ സർക്കാർ എന്തിനാണ് റോൾ എടുത്തത്? സർക്കാർ ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യം ഇവിടെ ഒരു പോലീസ് അന്വേഷിക്കുന്നത് ഈ പോലീസ് അന്വേഷിച്ച് അതിൻ്റെ കോടതി വിധി വന്നിട്ട് അതിന് തൃപ്തികരമെങ്കിൽ CBI-യിലേക്ക് പോവാം, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ CPM-നോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനും ഭയമുണ്ട്, ഇല്ലാന്നല്ല. CBI എവിടെയൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോ? ഞാൻ ഇപ്പം തന്നെ കേജ്രിവാളിനെ RCM-ന്റെ ലെഫ്റ്റനന്റ് ഗവർണറിന്റെ അനുമതി തേടിയിരിക്കുകയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതെങ്ങനെയാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത്? കോൺഗ്രസിന്റെ കർണാടകയിൽ നിങ്ങൾ ഇത് പറയോ? ഇല്ലല്ലോ. അപ്പോൾ CBI വരുമ്പോഴത്തേക്ക് രാഷ്ട്രീയ ലാഭത്തോടുകൂടി അതിൻ്റെ ലാക്കായിട്ട് വരണോണ്ടാണ് ഇത് എതിർക്കുന്നത്, അല്ലാതെ വേറൊന്നും എതിർക്കുന്നത്. ഞാൻ പറയുന്നത് കേരള ഗവൺമെന്റ് കേരള പോലീസ് അന്വേഷിച്ച് ഒരു പോയിന്റ് അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയ കൊലപാതകമല്ല, അമ്പലത്തിലെ ഒരു എന്തോ പ്രശ്നമാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, അവിടെ പ്രതിഷേധ യോഗം നടത്തിയത് അമ്പല കമ്മിറ്റി അല്ലല്ലോ. അവിടെ നടത്തിയ ഈ പ്രതിഷേധ യോഗം നടത്തിയത് സർവകക്ഷി പ്രതിഷേധം അല്ലായിരുന്നല്ലോ. CPM നടത്തിയിട്ട് ഇതിന് ഉത്തരവാദിയായ ആളുകളെ ഞങ്ങൾ തല്ലിപ്പൊളിക്കും ചേറിക്കും എന്ന് പറഞ്ഞത് CPM-ആണ്. അതനുസരിച്ച് സംഭവം നടക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഇത് രാഷ്ട്രീയ കൊലപാതകമാണോ അല്ലയോ ഇനി വേറെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. അത്
അത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്നുള്ള കാര്യമൊന്നും ഇനി ചിന്തിച്ച് തലമുണ്ടാക്കേണ്ട ഒരാവശ്യവുമില്ല അഡ്വക്കേറ്റ് സതീഷ്. ഞാൻ ശ്രീ കെ എം ഷാജഹാനിലേക്ക് പോവുകയാണ്. ശ്രീ കെ എം ഷാജഹാൻ, ഇപ്പോൾ CPM-ന്റെ പ്രതിനിധി ഇവിടെ പറയുന്നത് ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല, അത്തരത്തിൽ ഒരു പൊതു പ്രസംഗത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നടപ്പാകുന്നുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. TP ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ നമ്മുടെ മുന്നിൽ കൃത്യമായ തെളിവുകളുണ്ട്, പെരിയയിലും കൃത്യമായ തെളിവുകളുണ്ട്. ഇത് CPM ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് എന്ന് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഉത്തരവിലടക്കം പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് വരുത്തി തീർക്കാൻ CPM ശ്രമിക്കുന്നത്? അഭിഭാഷകനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ അഭിഭാഷകൻ ഈ കേസിൻ്റെ ഒരു രേഖകളും കണ്ണിൽ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അതായത് 2019 സെപ്റ്റംബർ 30 ബി സുധീന്ദ്രകുമാർ എന്ന് പറയുന്ന ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ന്യായാധിപനാണ് ഇതിൽ CBI അന്വേഷണം വേണം എന്ന് പ്രഖ്യാപിച്ചൊരു വിധി കൊണ്ടുവന്നത്. ആ വിധി ഈ അഭിഭാഷകൻ കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലുള്ള ആന മണ്ടത്തരങ്ങൾ ഇവിടെ നിന്ന് വിളിച്ചു പറയില്ലായിരുന്നു. ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്നാണ് ഈ അഭിഭാഷകൻ ഇവിടുന്ന് വിളിച്ചു പറയുന്നത്. അഭിഭാഷകൻ ഈ സുധീന്ദ്രകുമാറിൻ്റെ വിധി കണ്ടിരുന്നുവെങ്കിൽ ഇതുപോലെ പറയില്ലായിരുന്നു. ആ വിധി എടുത്തൊന്ന് വായിച്ചു നോക്കണം. ഈ LDF-ന്റെ പ്രതിനിധി 33 ഖണ്ഡികകളുള്ള ആ വിധിന്യായത്തിലെ 20, 21, 22 എന്ന് പറയുന്ന ആ ഖണ്ഡികകളെങ്കിലും ഇനി ഈ ചർച്ച കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോഴെങ്കിലും ഒന്ന് വായിച്ചു നോക്കണം. 32 വായിക്കണ്ട. ആ 20, 21, 22 എന്ന് പറയുന്ന ഖണ്ഡികകളിൽ പ്രോസിക്യൂഷൻ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമാണ് ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല. ഇത് ഒന്നാം പ്രതിയായിട്ടുള്ള ശ്രീമാൻ A പീതാംബരന് ശരത് ലാലിനോടും കൃപേഷിനോടുമുള്ള വ്യക്തിവൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം എന്നുള്ള വാദം പ്രോസിക്യൂഷൻ ഹൈക്കോടതി ന്യായാധിപൻ്റെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ ഹൈക്കോടതി ന്യായാധിപനായിട്ടുള്ള ബി സുധീന്ദ്രകുമാർ പറഞ്ഞത് ഇത് അബദ്ധമാണ്, ഒരാൾക്ക് മാത്രം ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് CPM എന്ന് പറഞ്ഞ പാർട്ടി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത ഒരു രാഷ്ട്രീയ കൊലപാതകമാണ്. ഇത് ഒറ്റയ്ക്കൊരാളാണ് ചെയ്തതെങ്കിൽ ഈ കൊല നടന്ന് മണിക്കൂറുകൾക്ക് ശേഷം CPM-ന്റെ ഉന്നത നേതാക്കന്മാർ എന്തിന് വെളുത്തോളി എന്ന് പറഞ്ഞ പ്രദേശത്ത് ചെന്നിട്ട് അവരെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ട് പോയി? അതുകൊണ്ട് ഇത് ഒറ്റയ്ക്കൊരാൾ ചെയ്തതും ഇത് സ്വന്തമായി വ്യക്തിവൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തതും എന്നുള്ള പ്രോസിക്യൂഷൻ്റെ വാദം ചവറ്റുകൊട്ടയിൽ കളയണം എന്ന് കേരള ഹൈക്കോടതിയിലെ ന്യായാധിപനായിട്ടുള്ള ബി സുധീന്ദ്രകുമാർ 2019 സെപ്റ്റംബർ 30 ഇറക്കിയിട്ടുള്ള വിധിന്യായത്തിൽ പറയുന്നത് അഡ്വക്കേറ്റ് സതീഷ് ഒന്ന് ചെന്നിട്ട് ഒന്ന് വായിച്ചു നോക്കണം. അതൊന്നാമത്തെ കാര്യം. ഞാൻ പറയുമ്പോൾ എനിക്കൊരിത്തിരി പ്രയാസമുണ്ട്. ഈ സതീഷ് ബസന്ത് ഈ പറയുന്ന വാദഗതികളൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹം അഭിഭാഷകനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു. അദ്ദേഹം ചോദിക്കുകയാണ്, ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ഒരാളെ ഇറക്കിക്കൊണ്ടുവന്ന് എന്ത് അബദ്ധമാണ് എൻ്റെ അഭിഭാഷക നിങ്ങളീ പറയുന്നത്? KV കുഞ്ഞിരാമൻ എന്താ ചെയ്തത് എന്ന് കോടതി കണ്ടെത്തിയത് എന്താണെന്നറിയാമോ? KV കുഞ്ഞിരാമൻ ചെയ്തതായി എറണാകുളം CBI കോടതി കണ്ടെത്തിയത് ഒരു ഇരട്ട കൊലപാതകത്തിൽ പ്രതികളായിരുന്നവരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അതായത് ജീവപര്യന്തം തടവ് ശിക്ഷ പോലും കിട്ടാൻ സാധ്യതയുള്ള കുറ്റം ചെയ്തവരെ കോടതിയിൽ ചെന്ന് ബലമായി പിടിച്ചിറക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഇതാണ് KV കുഞ്ഞിരാമൻ്റെ പേരിലുള്ള കുറ്റം. ഈ കുറ്റം CBI അങ്ങോട്ട് പറയുക മാത്രമല്ല ചെയ്തത്, CBI പറഞ്ഞു. പക്ഷേ എറണാകുളം CBI കോടതി അത് അംഗീകരിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ CBI പറഞ്ഞത് മാത്രമല്ല, കോടതി അവിടെ ഇരിക്കുന്ന ന്യായാധിപൻ അത് ശരിയാണെന്ന് കണ്ട് അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് KV കുഞ്ഞിരാമൻ എന്ന് പറയുന്ന കാസർഗോഡ് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറെ കുറ്റവാളിയാക്കിയത്. പ്രതിയല്ല, പ്രതിയാക്കിയത് CBI ആണ്. CBI കോടതി അവിടെ ഈ KV കുഞ്ഞിരാമനെ
കുറ്റവാളിയാക്കുകയാണ് ചെയ്തത്, കൺവിക്റ്റ് ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു മനസ്സിലാക്കിയിട്ട് വേണം ഇതുപോലുള്ള ചർച്ചകൾക്ക് വരാൻ. അങ്ങനെ വായിച്ചു മനസ്സിലാക്കാതെ വരുമ്പോഴാണ് ഇതുപോലെയുള്ള അബദ്ധങ്ങൾ വന്നിരുന്ന് ഇങ്ങനെ വിളിച്ചു പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് ആദ്യത്തെ ചർച്ചയിൽ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നത്, ഇത് വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലുള്ളതാണ് എന്ന പ്രോസിക്യൂഷൻ്റെ വാദം ഹൈക്കോടതി ന്യായാധിപനായിട്ടുള്ള ബി സുധീന്ദ്രകുമാർ എടുത്ത് ചവറ്റുകൊട്ടയിൽ കളഞ്ഞു. ചവറ്റുകൊട്ടയിൽ അതാദ്യം ഒന്ന് ഇടതുപക്ഷ പ്രതിനിധി ഒന്ന് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇടത് സൈദ്ധാന്തികൻ ശ്രീ പാണ്ഡ്യാല ഷാജിയിലേക്കാണ്. ശ്രീ പാണ്ഡ്യാല ഷാജി, ഈ ഘട്ടത്തിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ, നേരത്തെ ഉണ്ടായ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നമ്മൾ ഒന്ന് പരാമർശിച്ചു പോകുന്നത് നന്നായിരിക്കുമെന്നാണ് തോന്നുന്നത്. ഒന്ന്, ടി പി ചന്ദ്രശേഖരൻ വധക്കേസ്, അതിൽ പി കെ കുഞ്ഞനന്ദൻ, കാരായി രാജൻ, കാരായി ചന്ദ്രശേഖരൻ ഇവിടെ എത്തിയപ്പോഴത്തേനും വലിയൊരു അഡ്ജസ്റ്റ്മെന്റ് CPM നടത്തുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ അന്ന് പുറത്തു വന്നതാണ്. അത് ചില നേതാക്കളിലേക്ക്, സംസ്ഥാന നേതാക്കളിലേക്ക് എത്താതിരിക്കാൻ അവിടെ ബ്ലോക്ക് ചെയ്യപ്പെട്ടു. തിരുവഞ്ചൂർ, അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂരിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആ കേസ് ബ്ലോക്ക് ചെയ്യപ്പെട്ടു എന്നൊരു ആരോപണം അവിടെ നിലനിൽക്കുകയാണ്. പെരിയ കേസിലും സമാനമായ ചില ഇടപെടലുകൾ ഉണ്ടായി എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സൂചിപ്പിച്ചതും ആ ഒരു അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചാണ്. ഈ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അവിടുത്തെ CPMന്റെ വലിയ നേതാവ് MV ബാലകൃഷ്ണൻ കൂടി ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ വലിയൊരു അഡ്ജസ്റ്റ്മെന്റിന് ശ്രമം TP ചന്ദ്രശേഖരൻ കേസിലേതുപോലെ പെരിയയിലും നടന്നിട്ടുണ്ടാകാൻ ഇടയില്ലേ? അല്ല, ഇതിനകത്തുള്ള ഒരു വിഷയം എന്താ പറഞ്ഞാൽ, നമുക്ക് ഈ ദല്ലാളുമാരാണ് വാസ്തവത്തിൽ പിന്നെ പൊളിറ്റിക്സിനെ നിയന്ത്രിക്കുന്നത്. ദല്ലാളുമാർ, നമ്മൾ മറ്റു രീതിയിൽ പറഞ്ഞാൽ കൂട്ടിക്കൊടുപ്പുകാർ. ഈ കൂട്ടിക്കൊടുപ്പുകാർക്ക് രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടുക്കള നിറങ്ങി, തിണ്ണ നിരങ്ങി അവർക്ക് ലഭിക്കാവുന്ന സൗജന്യങ്ങൾ മുഴുവൻ തന്നെ വാങ്ങുകയും ജനാധിപത്യത്തിൻ്റെ കണ്ഠം ജനിക്കാൻ ഈ ദല്ലാളുമാരായിരിക്കുന്ന കൂട്ടിക്കൊടുപ്പുകാരെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ എന്താ പറയുക, വളരെ സ്വാഭാവികമായൊരു പ്രക്രിയയായിട്ട് കേരളത്തിൽ മാറിയിട്ടുണ്ട്. ഇത് ഏറ്റവും ഭീകരമായി അത് നടപ്പിലാക്കുന്ന ഒരാളും കൂടിയാണ് വാസ്തവത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമെതിരെ വന്നിട്ടുള്ള വളരെ ഗൗരവകരമായിരിക്കുന്ന ഒട്ടനവധി കേസുകൾ. ആ കേസുകൾ മുഴുവൻ തന്നെ എന്താന്ന് പറഞ്ഞാൽ ഒരു ഘട്ടം വരുമ്പോൾ ആ ഘട്ടം വരെ അത് അവിടെ മരവിക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ മരവിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാക്കും. ആരാണ് ഇതിൻ്റെ പിറകിൽ കളിക്കുന്ന കളിക്കാർ ആരാണെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ SFIOയുടെ കേസ്, ഇത് വിഷയം അതല്ലായിരിക്കും ഞാൻ പറയാം. SFIOവിൻ്റെ കേസ് വന്ന ഘട്ടത്തിൽ ആ വിഷയത്തിനകത്ത് ഇയാൾ ഏതാണ്ട് പൂട്ടപ്പെടാനുള്ള, ഇയാൾ കുടുംബം പൂട്ടപ്പെടാനുള്ള സമസ്ത സാധ്യതകളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അവിടെ. ഈ തെളിവുകളെല്ലാം ലഭ്യമായ പ്രകാരം അത് കൃത്യമായി വന്നു കഴിഞ്ഞാൽ കോടതിക്ക് ഇത് നടന്നിട്ടില്ല എന്ന് പറയുക സാധ്യമല്ലാത്തൊരു ചിത്രം അവിടെ വരാനിരിക്കുകയാണ്. ഇത് വരാനിരിക്കുന്ന ചിത്രം ഉണ്ടാകുമ്പോഴത്തേക്കും ഇതിനെ അഡ്വാൻസ് ചെയ്യാവുന്ന മറ്റൊരു രീതി, മറികടക്കാവുന്ന മറ്റൊരു രീതിയിലേക്ക് കേരളത്തിന്റെ പൊളിറ്റിക്സിനെ പോലും മാറ്റി നിർണ്ണയിക്കാവുന്ന ഒരു പുതിയ രീതി പിന്നെ ദേശീയ രാഷ്ട്രീയത്തിലല്ല, കേരളത്തിൽ മാത്രമായി ഇപ്പൊ രൂപം കൊണ്ടുവരികയാണ്. ഈ രൂപം കൊണ്ടുവരുന്ന ഒരു പൊളിറ്റിക്സ് ഉയർത്തുന്നതിന്റെ പിറകിലുണ്ടായിരിക്കുന്ന കുബുദ്ധി, അസുരബുദ്ധി എവിടെ നിന്നാണ് ഇത് ഉയർന്നു വരുന്നത്? ഇത്തരത്തിൽ വരാവുന്ന ഒട്ടനവധി വിഷയങ്ങളുടെ തുടർച്ചയായി വേണം ഈ വിഷയത്തെയും കാണേണ്ടത്. ഇവിടെയാണ് TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട സമയത്ത് പറഞ്ഞതെന്ന് അത് രാഷ്ട്രീയമില്ലെന്ന് പറഞ്ഞാൽ ഈ വക്കീലുമായിട്ട് എനിക്ക് യാതൊരു പരിചയവുമില്ല. പക്ഷേ എങ്കിൽ പോലും വക്കീലെ, ഞാൻ വളരെ സങ്കടപൂർവ്വം നിങ്ങളൊരു കാര്യം പറയുകയാണ്. ഈ മാതിരി പിന്നെ എന്താ പറയുക, ഒരുതരം നെറികേടുകൾ നിങ്ങൾ ഉത്തരവാദപ്പെട്ട ഒരു പ്രൊഫഷൻ ചെയ്യുന്ന ഒരാൾ ഒരു ചാനൽ വന്നിട്ട് പറയാൻ പാടില്ല. ഇതുപോലെ ഗൗരവമായ ചാനൽ വന്ന് പറയാൻ പാടില്ല. ഇത് നിങ്ങളെപ്പോലെ ആളുകൾ ഇത് പറയുന്നതിന്റെ കുഴപ്പം എന്താന്ന് നിങ്ങൾക്കൊരു പക്ഷേ ന്യായീകരിക്കാൻ കഴിയും, അത് വേറെ വിഷയം. പക്ഷേ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ഇങ്ങനെ അട്ടിമറിക്കാനുള്ള കോടിക്കണക്കിന് ഉറുപ്പിക സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി ചെലവഴിച്ചിട്ട് അട്ടിമറിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ആരെ രക്ഷിക്കാനാണ്? എന്തിനെ രക്ഷിക്കാനാണ്? ഈ പാർട്ടി തരിമ്പ് പോലും മാറിയിട്ടില്ല എന്നുള്ളൊരു തെളിവല്ലേ വക്കീലെ ഈ ദുരന്തം? അല്ലേ, TP ചന്ദ്രശേഖരൻ കൊലക്കേസ് നടന്ന ആ വധത്തിന് ശേഷമെങ്കിലും നിങ്ങൾ മാറണ്ടേ? ഇതിന് ശേഷമല്ലേ നടന്നത് അയ്യൽ ഷുക്കൂറിന്റെ വധം നടന്നത്? അതിനുശേഷമല്ലേ ഷുഹൈബിന്റെ വധം നടന്നത്? എത്രയെത്ര കൊലപാതകങ്ങൾ! ഇതെല്ലാം നടന്നിട്ട് പോലും യാതൊരു ലജ്ജയും ഉളുപ്പുമില്ലാതെ അതിനെ ന്യായീകരിക്കാൻ എന്ത് ചെയ്യാതെ കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത്?
ഇതാണ് അടിസ്ഥാനപരമായ ചോദ്യം. അതെ. ഈ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ നിങ്ങൾ വളരെ സ്വാഭാവികമായി അങ്ങ് പറയുകയാണ്. എന്താ പറയുന്നത്? ഇതൊന്നുമല്ല നടന്നിട്ടുള്ളത് എന്ന് പറയുന്നത്. ഈ വാദം ഉന്നയിക്കുന്നത് വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങളോടും പൗരബോധമുള്ള മനുഷ്യരോടും കാണിക്കുന്ന മഹാക്രൂരത. ഒറ്റൊരു പോയിന്റ് കൂടി ഇത് തന്നെയാണ് എവിടെയും വരുന്നതെന്ന് ഇപ്പോൾ നവീൻ ബാബുവിന്റെ ആത്മഹത്യയുടെ വിഷയത്തിനകത്തും വരുന്ന ഇതേ സംഭവം തന്നെയാണ്. ഇവിടെയും വരുന്നത് എന്താണ്? പുതിയ കഥ ഉണ്ടാക്കുക, അത് അട്ടിമറിക്കാൻ നോക്കുക. ഇതിൽ ആര് വരുന്നു? ക്രൈംബ്രാഞ്ച്. ഏത് ക്രൈംബ്രാഞ്ച്? എന്ത് ക്രൈംബ്രാഞ്ച്? ഒരു ക്രൈംബ്രാഞ്ചും ജനാധിപത്യം ഒരു മാന്യമായിട്ട് അന്വേഷിക്കില്ല. ഇത് അന്വേഷിക്കാതെ വരുന്നപ്പോഴാണ് CBI ചുവട്ടായി സാധനം കിട്ടിയത്. പിന്നെ ഈ പറയുന്ന തെങ്ങും കുല ചേർന്ന പോലെ പുസ്തകം പ്രഖ്യാപിച്ചു കൊടുത്തല്ലേ? പുസ്തകം പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. ഈ TP ചന്ദ്രശേഖരന്റെ തലയും ഇതുപോലെ തെറിക്കും തെങ്ങിൻ പൂക്കൊലം ചെറുവെന്ന് പറഞ്ഞു പോയിരിക്കുന്ന ഒരാളില്ലേ, CH അശോകൻ പ്രസംഗിച്ചല്ലേ സാധനം. ഈ അശോകൻ അവസാന ഘട്ടത്തിൽ എങ്ങനെയാണ് മരിച്ചതെന്ന് നിങ്ങൾക്കും അറിയാം, എനക്കും അറിയാം. എങ്ങനെയാണ് മരിച്ചതെന്ന്. ഈ മരണത്തിനകത്ത് പോലും വളരെ സ്വാഭാവികമായ ഒരാമത് വലിയ ഗൗരവതരമായിരിക്കുന്ന ദുരൂഹതകൾ ഇതിനകത്തുണ്ട്. ഇത് തന്നെയാണ് കുഞ്ഞനന്തന്റെ കാര്യത്തിലും അങ്ങനെ ചില ദുരൂഹതകളൊക്കെ ഉണ്ടായിരുന്നു. ശ്രീ പാണ്ഡ്യല ഷാജി, കുഞ്ഞനന്തന്റെ മരണത്തിലും അങ്ങനെ ചില ദുരൂഹതകളൊക്കെ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായി. മരണത്തിൽ അത്രത്തെ ദുരൂഹതകളുണ്ട്. അപ്പൊ ഈ പാർട്ടി എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ സംഹാരാത്മകത മാത്രം ഉണ്ടാവുകയും ജനാധിപത്യത്തിന്റെ കണ്ഠം ജനിക്കാൻ ഏതറ്റം വരെയും പോയി അത് സർക്കാർ ഇവിടെ ഉണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് ജനത്തിന്റെ നികുതിപ്പണം അതെടുത്ത് കൊലപാതകളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അത് ആരാണ്, എന്താണ്? അതിനാണ് ഞാൻ പറഞ്ഞത്. ഈ സർക്കിൾ ഇൻസ്പെക്ടർ രാധാകൃഷ്ണന്റെ പെൻഷൻ വേണമെന്ന് പറഞ്ഞപ്പോ ഈ മുഖ്യമന്ത്രി ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി കരുണയുടെ ഒരു അംശം പോലും ഇല്ലാതെ പറഞ്ഞാണ്. എന്നാൽ ഏറ്റവും നല്ലത് അതുവേ നോക്കി ആത്മഹത്യ ചെയ്തതാണെന്ന്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ബൂട്ട് കൊണ്ട് അവരുടെ മുഖമടക്കി ചവിട്ടേണ്ടതായിരുന്നു എന്ന അഭിപ്രായം പറഞ്ഞാൽ അവിടെയാണ്. അതാണ് ജനാധിപത്യം. ഈ ജനാധിപത്യം ഒന്നും പറയുമ്പോൾ അതേ കലാപത്തിൽ ആഹ്വാനമല്ലാതെ മറിച്ച് ഒരു പൗരന്റെ സങ്കടമാണത്. അതുപോലും പറയാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും ഇല്ലാതെ ആയിത്തീരുക എന്ന അർത്ഥം എന്താണ്? ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് തോന്നിയത് മുഴുവൻ നടപ്പാക്കാൻ ഞങ്ങൾ ഈ സർക്കാരിനെ ഉപയോഗിക്കുന്നത് മാത്രമാണ്. അതിന് കിട്ടിയിരിക്കുന്ന താൽക്കാലികമായിരിക്കുന്ന ചെറിയ ഒരു ഷോക്ക് മാത്രമാണ് ഈ വിധിന്യായമെന്നാണ് എനിക്ക് വ്യക്തിപരമായി സതീഷ്, യഥാർത്ഥത്തിൽ CPM അനുവർത്തിച്ചു പോകുന്ന എല്ലാ നയങ്ങൾക്കുമുള്ള കനത്ത തിരിച്ചടിയാണ് ഇന്ന് കോടതിയിൽ നിന്നും ഉണ്ടായത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. എന്തിനാണ് സർക്കാർ ഈ കൊലയാളികൾക്ക് വേണ്ടി 1 കോടിയിൽ പരം രൂപ വക്കീൽ ഫീസ് ഇനത്തിൽ ചെലവാക്കിയത്? അതിനുള്ള മറുപടി താങ്കൾ പറയുന്നില്ല. നോക്കൂ നിലിമ, ഇവിടെ ഈ കൊലപാതകത്തിന് കൂട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുകയോ ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത്. അത് ആര് ചെയ്താലും തെറ്റുകൾ തെറ്റായിട്ട് വേണം. ഞാൻ പറഞ്ഞു ആ കൊല ചെയ്തിട്ടുള്ള ആരാണോ അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് തന്നെ പറയുന്നത്. ഒരു സംശയമില്ല. നേരത്തെ നിങ്ങൾ അങ്ങനെ പറയണമെങ്കിൽ ഈ കേസ് വന്നതിന് ശേഷം ഇവിടെ 14 പേരെ അറസ്റ്റ് ചെയ്ത CBI ഈ സർക്കാരിന്റെ പോലെ ഇവിടെ കേരളത്തിലെ പോലീസല്ലേ? അല്ല ഈ പോലീസല്ലേ? അല്ല ഒരു സെക്കൻഡ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുന്നത് 14 പേരെയാണ്. പിന്നീട് CBI ആണ് 10 പേരെ കൂടി അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ കോടതി എത്ര 10 പേരെ വിട്ടയച്ചില്ലേ? ഈ 10 പേരിൽ 4 പേരെ ശിക്ഷിച്ചിട്ടുണ്ട്. അല്ല ഞാൻ CBI അറസ്റ്റ് ചെയ്ത 10 പേരിൽ 4 പേർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരാളാണ് KV കുഞ്ഞിരാമൻ. KV കുഞ്ഞിരാമനെ രക്ഷിക്കാനാണ് അന്ന് ക്രൈംബ്രാഞ്ച് ശ്രമിച്ചത്. CPMന്റെ ഉന്നത നേതൃത്വത്തിലേക്ക് ഇതിന്റെ കരങ്ങൾ ചെന്നെത്തുമോ എന്ന ഭയമായിരുന്നു യഥാർത്ഥത്തിൽ. ഒരു ഭയമില്ല. ആരാണ് ഭയം? ഇപ്പൊ CBI വരുമ്പോഴത്തേക്ക് ഭയം അങ്ങനെ എന്താ വരാത്തത്? അങ്ങനെ അതുകൊണ്ടല്ലേ ഞാൻ കുടുംബം ആവശ്യപ്പെടുന്നുണ്ടല്ലോ CBI എന്തിനാണ് സർക്കാർ എതിർക്കുന്നത്? അല്ല ഞാൻ ഷാജഹാൻ സാറ് പറഞ്ഞ അല്ല അദ്ദേഹം പറഞ്ഞ പോലെ ഈ കേസിനെ അനുകൂലിച്ചല്ല ഞാൻ പറഞ്ഞത്. ഈ നടപടി ശരിയായ നടപടി അല്ലാന്ന് തന്നെ ഞാൻ വാദിക്കുന്നത്. ഇപ്പോഴും വാദിക്കുന്നത്, എപ്പോഴും വാദിക്കുന്നത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും അത് ഒരു പാർട്ടി അല്ല എന്നിട്ട് പറയുന്നേക്ക് ഞാൻ കാര്യം പറ്റും. ഞാൻ ഒരു സ്റ്റേഷനിൽ പോയി ഒരാള് ഒരു വ്യക്തി അല്ലെങ്കിൽ ഇവർ പറയുന്നത് ആ കൺവിക്റ്റ് ഈ കൺവിക്റ്റ് അവിടെ എങ്ങനെയാണ് വരണമെന്ന് എനിക്കൊരു പിടിയും കിട്ടില്ല. ഒരു രാഷ്ട്രീയ നേതാവിന് ഞാൻ കയറി ഇറങ്ങും. ഞാൻ പോലീസിൽ സ്റ്റേഷനിൽ എൻ്റെ ആൾക്കാർ ആരെങ്കിലും പോയിട്ടുണ്ട് ആ പ്രതിയെ ഇറക്കാൻ പോകും. അതിലെന്താ അതിൻ്റെ തെറ്റ്? അപ്പം ഞാൻ പ്രതിയാവോ? ഞാൻ അങ്ങനെ പ്രതിയാവോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് അഭിഭാഷകനല്ല. ഞാൻ രാഷ്ട്രീയ പാർട്ടി പോലീസ് അറസ്റ്റ് ചെയ്ത ആളുകളെ പിടിച്ചിറക്കി കൊണ്ടുപോകുന്നത് എവിടുത്തെ ജനാധിപത്യ രീതിയാണ്? ഈ അറസ്റ്റ് ചെയ്ത ഏത് പോലീസാണ്?
നിങ്ങൾ പറയുന്നേ ഈ പോലീസ് എന്ന് പറയുന്നത് പിണറായി ആഭ്യന്തരമന്ത്രി ഭരിക്കുന്ന പോലീസല്ലേ അറസ്റ്റ് ചെയ്യുന്നത്? പിണറായിയുടെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഞങ്ങളുടെ സഖാക്കളെ ഇറക്കിക്കൊണ്ടുപോകാനുള്ള കൃത്യമായ ധാർമ്മിക ഉത്തരവാദിത്വവും അധികാരവും ഞങ്ങൾക്കുണ്ട് എന്നാണ് കെ വി കുഞ്ഞിരാമന്റെ നേതൃത്വത്തിൽ അന്ന് പോലീസ് സ്റ്റേഷനിൽ നടത്തിയ ആ പിടിച്ചിറക്കൽ നാടകത്തിന് പിന്നിലുള്ളത്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ആരാണ് അങ്ങനെ പറയുന്നത്? അദ്ദേഹം ഇറക്കാൻ പോയിരുന്ന സ്വാഭാവിക രാഷ്ട്രീയ നേതാവ് നിലയിൽ അദ്ദേഹം ഒരു സെക്കൻഡ് കെ എം ഷാജഹാൻ എന്തോ പറയാനുണ്ട്, അതുകൂടി. ഒരു മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ ഈ കഴമ്പില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് എന്താ? ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു പ്രതിയെ അഭിഭാഷകർക്ക് വളരെ കൃത്യമായി ഇന്ന കേസിൽ ഇന്ന തെളിവുണ്ട്, ഏത് ശിക്ഷ ലഭിക്കുമെന്നൊക്കെ അഭിഭാഷകർക്ക് മനസ്സിലാക്കും. ഞാൻ ഈ അവതാരികയും കൂടി പറയുകയാണ്. എനിക്ക് പറയാനുള്ള സമയമാണ്, അത് എന്നെ പറയാൻ അനുവദിക്കുക. അതായത് ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റം ചെയ്ത ഒരു പ്രതിയെ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിർബന്ധിച്ച് അയാളെ ഫോഴ്സ് ഉപയോഗിച്ച് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം CBI കോടതി അംഗീകരിച്ചിട്ടല്ലേ അയാളെ പ്രതിയാക്കിയത്, അയാൾ കുറ്റക്കാരനാണെന്ന് പറഞ്ഞത്. അപ്പൊ ഇതൊരു ആരോപണമാണോ? ആ ആരോപണം കോടതി അംഗീകരിച്ചില്ലേ? കോടതി അംഗീകരിച്ചിട്ടുള്ള ഒരു വാദത്തിനുമേൽ നിങ്ങൾ കയറി ഈ വാദം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കോടതി അത് അംഗീകരിച്ച് അയാൾ കൺവിക്റ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ഈ ചർവണം പറഞ്ഞിട്ട് എൻ്റെ വക്കീലെ വല്ല കാര്യമുണ്ടോ? അത് കോടതി അംഗീകരിച്ചില്ലേ? അത് ശരിയാണെന്ന് വന്നു കഴിഞ്ഞില്ലേ? പിന്നെ ഇതുപോലുള്ള വാദമുഖങ്ങൾ ഉയർത്തുന്നതിൽ എന്ത് അർത്ഥമാണുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല ഷാജി സാറേ, അതുകൊണ്ടാണ് അപ്പീൽ പോകുമെന്ന് പറഞ്ഞത്. പോയിക്കോട്ടെ. നിങ്ങൾ ഒറ്റ വാചകം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിച്ചു. നിങ്ങൾ അപ്പീൽ പോകുമെന്ന് പറഞ്ഞു. അപ്പീൽ പോകുമ്പോൾ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചോളുക. 2014 TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ഹൈക്കോടതിയിൽ അപ്പീല് പോയി. ആ അപ്പീല് പോയി 2024 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അപ്പീൽ പരിഗണിച്ചപ്പോൾ എന്താണ് ഉണ്ടായത് എന്നുകൂടി ഈ അപ്പീലന്മാര് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അപ്പീല് പോയപ്പോൾ വന്ന വിധിന്യായത്തിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? ഇരട്ടി ജീവപര്യന്തമായി. എന്ന് മാത്രമല്ല 2 പാർട്ടി നേതാക്കൾ കൂടി കുറ്റവാളികളായി. അപ്പൊ അപ്പീലിന് പോകുന്ന ഈ അപ്പീലന്മാര് ആലോചിച്ചോണം, മേൽക്കോടതിയിലേക്ക് അപ്പീല് പോയാൽ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ എന്താണ് ഉണ്ടായത് എന്നുള്ളത് മനസ്സിൽ വെച്ചോണ്ട് വേണം അപ്പീല് പോകാൻ എന്നാണ് എനിക്ക് ഈ അപ്പീല് പോകുന്നവരോട് പറയാനുള്ളത്. ഓക്കെ, TP ചന്ദ്രശേഖരൻ വധക്കേസിൽ നടന്നത് അതുതന്നെയാണ്. ഈ കേസിലെ അഡ്ജസ്റ്റ്മെന്റുകളെ കുറിച്ച് കൂടി നമ്മൾ ചർച്ച ചെയ്തു പോകേണ്ടതുണ്ട്. മുൻകാലത്ത് നടന്ന ചില അഡ്ജസ്റ്റ്മെന്റുകൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം കൂടിയുണ്ട്. ഒന്ന് 96-ലെ പയ്യന്നൂർ ചന്ദ്രൻ കേസാണ്. അതിൽ സെഷൻസ് കോടതി വളരെ കൃത്യമായി പറഞ്ഞു, അലംഭാവം കാണിച്ച ഓഫീസർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് സെഷൻസ് കോടതി കത്തയക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്ന് ഭരണത്തിലിരുന്നത് UDF ആണ്. മറ്റൊന്ന് KT ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസുമായി ബന്ധപ്പെട്ടാണ്. അവിടെയും സെഷൻസ് കോടതി, തലശ്ശേരി സെഷൻസ് കോടതി പറഞ്ഞു, ചീഫ് സെക്രട്ടറിയെ അറിയിച്ചു, ഇക്കാര്യത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതിൽ വളരെ കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞു. അതും അവിടെ കോൾഡ് സ്റ്റോറേജിൽ വെക്കുന്നൊരു സമീപനം UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. മറ്റൊന്ന് പരുമല കേസുമായി ബന്ധപ്പെട്ടാണ്. JR പത്മകുമാർ, ഞാൻ ഈ പ്രശ്നം കൂടെ ഉന്നയിക്കുന്നത്, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായി പറഞ്ഞു, ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഉള്ളതുകൊണ്ടാണ് 10 പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെട്ട സാഹചര്യം ഉണ്ടായത്. അങ്ങയുടെ ഓർമ്മയിലേക്ക് ഈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അത് ഞാൻ അതിലേക്ക് പറയാൻ മുമ്പ് ഒരു കാര്യം, നമ്മുടെ LDF പ്രതിനിധി പറഞ്ഞത് വളരെ സത്യസന്ധമായി കേരള ഗവൺമെൻറ് നടപടിയെടുത്തു. തുടക്കത്തിൽ ഇതിൻ്റെ നാൾ വഴികളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാം, വളരെ വ്യക്തമായിട്ടറിയാം. ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സംഭവം നടന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്റ്റേറ്റ് പോലീസ് ഇതിനെ
അന്വേഷണം നടത്തി. പ്രധാന പീതാംബരനിലേക്ക് ഇതെത്തി. അത് കഴിഞ്ഞ് സജി അറസ്റ്റ് ചെയ്തു. തൊട്ട് അതിന് നേതൃത്വം കൊടുത്ത അന്ന് പ്രധാന പ്രതികളിൽ 1-2 പേരെ പാർട്ടിക്കാരെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിലേക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം കേരള പൊതുസമൂഹത്തിന് അറിയാം. അന്ന് മുഹമ്മദ് റഫീഖായിരുന്ന പോലീസ് SP സ്ഥലം മാറ്റി. ആ സ്ഥലം മാറ്റിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ടീമിലുണ്ടായിരുന്ന DYSPമാരെ സ്ഥലം മാറ്റി, CIമാരെ സ്ഥലം മാറ്റി, അത് ടീമിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ സ്ഥലം മാറ്റിയിട്ട് സ്വന്തം താല്പര്യമനുസരിച്ച് CPMൻ്റെ ആജ്ഞാർത്ഥികളായിട്ടുള്ള ആളുകളെ അതിനകത്ത് പോസ്റ്റ് ചെയ്ത് ഈ കേസിനെ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, അവിടെയാണ് കുടുംബം കോടതിയിലേക്ക് പോകുന്നത്. അട്ടിമറി നീതി നിഷേധിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പായ സാഹചര്യത്തിലാണ് CBIയുടെ അന്വേഷണത്തിലേക്ക് പോവുകയും, അതല്ലെങ്കിൽ ആദ്യത്തെ അറസ്റ്റ് കൊണ്ട് ചാർജ് കൊടുക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെയായിരിക്കും പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് താങ്കൾ പറഞ്ഞിട്ടുള്ള KT ജയകൃഷ്ണൻ്റെ കേസായാലും പന്നിയന്നൂർ ചന്ദ്രൻ്റെ കേസായാലും പരിമല കേസായാലും അന്വേഷണം നടത്തിയിട്ട് എങ്ങനെയാണ് ചാർജ് കൊടുക്കുന്നത്, എങ്ങനെയാണ് പ്രതികളെ രക്ഷിക്കാൻ പ്രോസിക്യൂഷൻ തന്നെ മുന്നോട്ട് വരുന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ്. അവിടെയാണ് കോടതി ഇടപെട്ടിട്ട് ഇതിന് ഉത്തരവാദികളായ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടി സ്വീകരിക്കണം. അതിന് കോടതിക്ക് ചെയ്യാൻ കഴിയുന്നത് അതിൻ്റെ ചീഫ് സെക്രട്ടറിക്ക് ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി അയച്ചു കൊടുത്തിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തി അതിന് ശക്തമായ നടപടിയെടുക്കണം. നമുക്കറിയാം നിർഭാഗ്യവശാൽ കേരളത്തിൽ അങ്ങനെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പന്നിയന്നൂർ ചന്ദ്രൻ കേസിലായാലും ശരി, KT ജയകൃഷ്ണൻ മാസ്റ്റർ കേസിലായാലും ശരി, പരിമല കേസിലായാലും ശരി, അതുപോലെ നിരവധി കേസുകളിൽ കോടതി ചൂണ്ടിക്കാണിച്ചിട്ടും നടപടിയെടുക്കാൻ അന്ന് കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം വന്ന UDF ഗവൺമെൻറ്റിനും അത് താല്പര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കണം, ഈ CBI മറ്റേ പരിമല കേസ് വന്ന സമയത്തായാലും നമ്മുടെ KT ജയകൃഷ്ണൻ്റെ കേസിലായാലും CBI അന്വേഷണം വേണമെന്ന് മുന്നോട്ട് വന്നപ്പോൾ അന്ന് AK ആൻ്റണി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ AK ആൻ്റണിയാണ് മുഖ്യമന്ത്രി. അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല. CBI അന്വേഷണം വേണമെങ്കിൽ ഒന്നുകിൽ കോടതി പറയണം, അതല്ല എങ്കിൽ ഗവൺമെൻറ് തീരുമാനം എടുക്കണം. ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോഴും പല ആവശ്യം മുന്നോട്ട് വന്നപ്പോഴും UDF ഗവൺമെൻറ്റാണ് അത് അട്ടിമറിക്കുക. അപ്പോൾ ഈ തമ്മിലുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ട് കേരളത്തിൽ പ്രധാന പ്രതികളെ രക്ഷിക്കാൻ. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. കേരളത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-25ഓളം കേസുകൾ മലബാർ മേഖലയിൽ കോൺഗ്രസ്സുകാർ ഇരയായ കേസുകളിൽ CPM പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ള ആളുകളെ പ്രതിസ്ഥാനത്ത് നിർത്തി അന്വേഷണം നടത്തി കുറ്റം സ്ഥാപിക്കാൻ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിന് പോലും കഴിഞ്ഞിട്ടില്ല. ഈ കോൺഗ്രസ് സംഘടനയും കഴിഞ്ഞിട്ടില്ല യഥാർത്ഥ പ്രതികളെ CPM പ്രതികളെ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഏറ്റവും അവസാനമായി ഇപ്പോൾ ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും ഏതൊക്കെ കാര്യത്തിലാണ്. അക്കാര്യത്തിൽ ഒരു മറുപടി വേണം. നോക്കൂ, എനിക്ക് ആ കാര്യത്തിൽ മറുപടി പറയാം. അതിന് മുമ്പ് എനിക്ക് 2 കാര്യങ്ങളാണ്. ഇവിടെ JR പത്മകുമാർ പറഞ്ഞു വെക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ നടന്നു എന്നാണ്. എവിടെയാണ് JR പത്മകുമാർ അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നത്? ഞാൻ നേരത്തെ വായിച്ചല്ലോ, 154 സാക്ഷികൾ വിസ്തരിച്ചു. ഒരാൾ പോലും ഔദ്യോഗിക സാക്ഷികളല്ലാത്ത ഒരാൾ പോലും കൂറുമാറിയതിനെ ഡിക്ലെയർഡ് ഹോസ്റ്റൈൽ ഇല്ല. എന്നാ പറഞ്ഞാൽ അവരെല്ലാവരും അവർ കണ്ടതും അവർ മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. അപ്പം അവിടെ പിന്നെ എവിടെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ്? പിന്നെ അങ്ങ് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടാണ് 10 പേരെ വിട്ടുപോയതെങ്കിൽ ജയകൃഷ്ണൻ മാസ്റ്റർ മരിച്ചപ്പോൾ അവിടെ എന്തേ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടാണോ ആ കേസിലെ പ്രതികൾ വിട്ടുപോയത്? പയ്യോളിയിലെ മനോജ് വധക്കേസ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടാണോ വിട്ടുപോയത്? ഞാൻ എത്ര കേസുകൾ ബി ജെ പിക്കാരെ കൊന്ന കേസിൽ, BJPക്കാർക്ക് പരിക്ക് പറ്റിയ കേസുകളിൽ എന്തേ കേരളത്തിലെ ഒരുപാട് പേര് പരസ്പരം കേസുകൾ പഞ്ചായത്താക്കിയ CPMഉം BJPയും തമ്മിൽ പഞ്ചായത്താക്കിയ കേസുകളുടെ എണ്ണം ഞാൻ പറയണോ? പറയാൻ തീരുമാനിച്ചാൽ പറയുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ നമ്മുടെ TP ചന്ദ്രശേഖരൻ്റെ കേസിലാണ്. TP ചന്ദ്രശേഖരൻ്റെ കേസിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അവിടെ തെളിയാത്ത ഭാഗം ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചന ആവശ്യമായ കാര്യത്തിൽ പ്രോസിക്യൂഷൻ തെളിവ് കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയും പുനരന്വേഷണം നടത്തണമെന്ന ആവശ്യം ഹൈക്കോടതി മുമ്പിലുണ്ട്. അല്ല കേക്ക്, ആര് ഭരിക്കുന്നത് കൊണ്ടാണ്? ഞങ്ങൾ ഭരിച്ചത് കൊണ്ടാണ്. ഞങ്ങൾ ഭരിച്ചില്ലെങ്കിൽ കുഞ്ഞനന്തൻ ഞങ്ങൾ ഭരിച്ചില്ലെങ്കിൽ അവിടെ 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 ഒരു മിനിറ്റ് അവിടെ ഞങ്ങൾ TP ചന്ദ്രശേഖരന്റെ കേസിൽ ഞങ്ങളായതുകൊണ്ടല്ലേ അത് അന്തസ്സായി ഭരിച്ചതും അന്തസ്സായി കേസ് നടത്തിയതും അവിടെ ശിക്ഷിക്കാൻ പറ്റിയത്? കുഞ്ഞനന്തൻ ഉൾപ്പെടെയുള്ള ആളുകൾ CPMന്റെ മുഖ്യമന്ത്രിയുടെയും മാനസപുത്രന്മാരായിരുന്ന ആളുകൾ ആ ജയിലിൽ കിടക്കേണ്ടി വന്ന് അവിടെ നിന്ന് മരിക്കേണ്ടി വന്നില്ലേ? ആ മരണത്തെക്കുറിച്ച് വേറെ കാര്യമുണ്ട്, അത് വേറെ കാര്യം. ഞങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്യുന്ന
നിതാന്തമായ ജാഗ്രത BJP-ക്കാർ മരിച്ച മനോജ് വധക്കേസ് ഉൾപ്പെടെ ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ ചോദിക്കട്ടെ നിയാസ് ചോദിക്കട്ടെ, അയിൽ സുക്കൂർ, എനിക്ക് ഓർമ്മ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2012 അയിൽ സുക്കൂർ കൊന്ന കേസിൽ, കഴുത്തറുത്ത് കൊന്ന കേസിൽ എങ്ങനെയാ CPM-ന്റെ ഉന്നത നേതാക്കന്മാർ പ്രതിയായത്? എവിടെയാ നിങ്ങളുടെ പോലീസ് അന്വേഷിച്ചപ്പോഴാണ്? ഞാനൊരു കാര്യം, ഞങ്ങളിവിടെ കേസ് അന്വേഷിച്ചത്, ആദ്യം കേസ് അന്വേഷിച്ച കേരളത്തിലെ പോലീസ്, CPM-ന്റെ പോലീസ്. രണ്ടാമത് കേസ് അന്വേഷിച്ചത് BJP കേന്ദ്രഭരണത്തിലുള്ള സമയത്ത് CBI. ഞങ്ങളെ പാർട്ടിയല്ലല്ലോ അന്വേഷിച്ചത്. പക്ഷെ ഞങ്ങൾ നിതാന്ത ജാഗ്രത നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയി. എന്തേ പരിമല കേസിൽ നിങ്ങൾ നിതാന്ത ജാഗ്രത ഇല്ലാതിരുന്നത്? എന്തേ ജയശങ്കർ മാഷിയുടെ കേസിൽ നിങ്ങൾക്ക് നിതാന്ത ജാഗ്രത ഉണ്ടാവാതിരുന്നത്? ഞങ്ങൾ ഇപ്പോഴും പറയുന്നല്ലോ, 10 പ്രതികളെ ശിക്ഷിക്കാൻ ഞങ്ങൾ അപ്പീൽ പോകാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണ്. എന്തേ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിരുന്നത്? പിന്നെ ഇവിടെ ഒരു കാര്യം അങ്ങ് പറഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചൊക്കെയാണ്. ഞങ്ങൾ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇക്കാര്യത്തിൽ എടുത്ത നിതാന്ത ജാഗ്രത ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ശിക്ഷിക്കപ്പെടില്ല. ഇവിടെ കേരളത്തിലെ പോലീസ് പ്രോസിക്യൂഷനാണ് പോലീസ്. ഞങ്ങളൊക്കെ പ്രോസിക്യൂട്ടർ ആയിരുന്ന ആളാണ്. പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിൽക്കേണ്ട പോലീസ് ആരുടെ ഭാഗത്താണ് നിന്നത്? പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിൽക്കേണ്ട, പ്രതികൾക്കെതിരായി നിൽക്കേണ്ട കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ CPM-ന്റെ ഭരണ നേതൃത്വവും ആർക്ക് വേണ്ടിയാണ് നിന്നത്? അപ്പോൾ ഒരു കാര്യം സത്യമല്ലേ, കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ പോലീസും പ്രോസിക്യൂഷന് വേണ്ടിയല്ല, പ്രതികൾക്ക് വേണ്ടിയാണ്, പ്രതികളെ സഹായിക്കുവാൻ. ഒരു മിനിറ്റ്, അങ്ങേക്ക് വഴങ്ങുന്നില്ല. ഞാനൊന്ന് മറുപടി പറയുന്നത്. ഒരു മിനിറ്റ്, ഞാൻ CPM-ന്റെ പ്രതിനിധിക്ക് ഒരു മറുപടി പറഞ്ഞോട്ടെ. CPM-ന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, ഇവിടെ CBI വന്നുകൊണ്ട് ഒരു ഗുണമുണ്ടായില്ല എന്ന്. 20-ാം പ്രതി KV കുഞ്ഞിരാമൻ നേരത്തെ നിങ്ങൾ നടത്തിയ ക്രൈംബ്രാഞ്ചിലും ലോക്കൽ പോലീസ് അന്വേഷണത്തിലും പ്രതിയായിരുന്നോ? നിങ്ങൾ പറയണം. 20-ാം പ്രതി KV കുഞ്ഞിരാമൻ, 21-ാം പ്രതി CPM-ന്റെ വലിയ നേതാവ് രാഘവൻ, 22-ാം പ്രതി KV ഭാസ്കരൻ, പ്രാദേശിക CPM നേതാവ്, ഇവരൊന്നും നിങ്ങൾ നടത്തിയപ്പോൾ പ്രതിയായിരുന്നില്ലല്ലോ. ഇവരെയൊക്കെ ശിക്ഷിച്ചല്ലോ. ഇവരെയൊക്കെ ശിക്ഷിക്കാൻ ഈ CBI-യുടെ അന്വേഷണവും ആവശ്യമായ കേസിലെ സാക്ഷികളുടെയും മൊഴിയല്ലേ. അപ്പോൾ ഞങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്ത തീരുമാനങ്ങൾ, ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഈ കേസിൽ നീതി പൂർണ്ണമായി ലഭിക്കുന്നതുവരെ അവസാനം വരെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾക്കൊരു കാര്യമേ പറയാനുള്ളൂ, ഇവിടെ ഞങ്ങൾ നേരിടുന്നത് കൊലയാളികൾ എന്ന് പറയുന്നവർക്ക് മാത്രമല്ല, കൊലയാളികൾക്ക് വേണ്ടി മുന്നോട്ട് പോകുന്ന CPM ഭരണത്തിനും പിണറായി ഭരണത്തിനും എതിരായി കൂടി കൊണ്ടുള്ള വിജയമാണ് ഇത്. ഇത് പിണറായിയുടെ ഭരണത്തിലേറ്റ ഏറ്റവും വലിയ അടിയാണ് ഈ വിധി എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. മുന്നോട്ട് പോകുന്ന KM ഷാജഹാൻ, നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഷാജഹാൻ, TP ചന്ദ്രശേഖരൻ കേസിൽ ഒരു വിധത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് നടന്നിട്ടില്ല എന്നാണ് നിയാസ് പറഞ്ഞു വെക്കുന്നത്. അത് ശരിയാണോ? അല്ല, ഇതിനകത്ത് 2 ഭാഗങ്ങളുണ്ട്. TP ചന്ദ്രശേഖരൻ കേസിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് CPM-ന്റെ നേതാക്കന്മാർ പ്രതികളാകുന്നത്. അതിൽ PK കുഞ്ഞനന്ദൻ പ്രതിയായി, KC രാമചന്ദ്രൻ പ്രതിയായി. അതിൻ്റെ അപ്പീൽ വന്നപ്പോഴത്തേക്കും ഒരു കൃഷ്ണനും ഒരു ബാബുവും 4 CPM നേതാക്കന്മാർ ഒരു കേസിൽ പ്രതിയാകുന്ന ഒരു സംഭവം രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കാര്യത്തിൽ കേരളത്തിൽ നടാടെയായിരുന്നു എന്നുള്ള കാര്യം ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. വളരെ സ്തുത്യർഹമായിട്ടുള്ള രീതിയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് ആ കേസിൽ പ്രതികളെ സമയബന്ധിതമായി പിടിച്ചു. 2012 കൊലപാതകം നടന്നത്. 2014 ആയപ്പോഴത്തേക്കും വിധി വന്നു. എന്നാൽ അതേസമയം തന്നെ ഈ പറഞ്ഞതുപോലെ കുഞ്ഞനന്ദന് മുകളിലേക്ക് അത് പോയില്ല. അതും നിർണായകമാണ്. കാരണം CPM-ന്റെ സംസ്ഥാന നേതൃത്വം അറിയാതെ, സംസ്ഥാന നേതാക്കൾ അറിയാതെ ഒരു കാരണവശാലും ഇതുപോലൊരു കൊലപാതകം നടക്കില്ല. CPM-ന്റെ കണ്ണൂരിലെയും ഈ പറഞ്ഞ പോലെ കോഴിക്കോടിലെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ അറിവില്ലാതെ ഇതുപോലൊരു കൊലപാതകം നടത്താൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളത്. അപ്പം അതിനകത്ത് ഒരു പോസിറ്റീവുമുണ്ട്, ഒരു നെഗറ്റീവുമുണ്ട്. എനിക്കിനി ഒറ്റ കാര്യം കൂടെ പറയാനുള്ളത്, ഈ കേസിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കേസിൽ CPM-ഉം കോൺഗ്രസുമായി അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അതിൽ കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന മുഴുവൻ സാക്ഷികളും കൃത്യമായി ഈ കേസിൽ മൊഴി പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സാക്ഷി പോലും കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന ഒരു സാക്ഷി പോലും ഈ കാര്യത്തിൽ മൊഴി മാറ്റിയതായി ഞാൻ മനസ്സിലാക്കുന്നില്ല.
അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന മുഴുവൻ സാക്ഷികളും കൃത്യമായി മൊഴി പറഞ്ഞ സാഹചര്യത്തിൽ ഇത് കോൺഗ്രസും CPM കൂടെ അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് പറയുന്നതിനകത്തുള്ള യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് 10 പ്രതികൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് CBI ആണ് എന്നാണ് എൻ്റെ വാദം. ഓക്കെ സതീഷ്, അവസാനമായി അങ്ങയുടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ കേസിനെതിരെ ഈ കൊലയാളി സംഘത്തിന് വേണ്ടി വീണ്ടും അപ്പീൽ പോകുമെന്നാണല്ലോ CPM ഒന്നടങ്കം സർക്കാർ ഒന്നടങ്കം പറയുന്നത്. അവിടെയും സാധാരണക്കാരൻ്റെ നികുതി പണം എടുത്തുകൊണ്ടാകുമോ ഈ കൊലയാളികൾക്ക് വേണ്ടി ഇനി സുപ്രീം കോടതിയിലേക്ക് ചെല്ലാൻ പോകുന്നത്? സുപ്രീം കോടതി പോകുമ്പോൾ വേറെ കോടതികളുണ്ടല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഈ കൊലപാതകത്തിന് ന്യായീകരിക്കാനോ അല്ലെങ്കിൽ കൊലയാളികൾക്ക് സപ്പോർട്ട് ചെയ്യാനോ CPM LDF നിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഷാജഹാൻ സാർ പറഞ്ഞ പോലെ ഇപ്പം കുഞ്ഞിരാമനും അതുപോലെ തന്നെ 23-ാം പ്രതിയൊക്കെ ഇപ്പം രണ്ടാമത് CBI വന്നപ്പോഴാണ് പ്രതികളായത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതിന് എതിരായിട്ടാണ് അപ്പീൽ പോകുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഈ കൊലയാളികൾക്ക് എല്ലാവർക്കും കൂടി അപ്പീൽ പോകണമെന്നൊന്നും ഒരു സ്ഥലത്തൊന്നും പറഞ്ഞിട്ടില്ല. കൊലയാളികളുണ്ടെങ്കിൽ ആ കൊലയാളികൾ ശിക്ഷിക്കപ്പെടണം, അതിന് സംശയം എന്താ? ആ ശിക്ഷിക്കപ്പെടുന്നു എന്ന് പറയുന്നത്. അല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിന് അപ്പീൽ പോകും. അത് പാർട്ടിക്കാരെ തേജവധം ചെയ്യാൻ വേണ്ടി CBI എടുത്തിട്ടുള്ള നിലപാടാണ്. അത് ശരിയായിട്ടില്ല എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലാതെ വേറെ ഒന്നും CPM അല്ലെങ്കിൽ LDF പറയുന്നില്ല. അത് തന്നെ LDF കൺവീനറും പറഞ്ഞത്, ഗോവിന്ദ മാസ്റ്ററും എല്ലാം പറയുന്നത്. അപ്പം നിങ്ങൾ അതാണ് പറഞ്ഞത്. ഇപ്പം പട്യാല ഷാജി അദ്ദേഹം പറയുന്ന കേട്ടു, SFIയുടെ ഇതുപോലെ പിണറായിക്കെതിരായിട്ട് വന്നപ്പോൾ അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. എവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്? എവിടെ? അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷിക്കട്ടെ. അദ്ദേഹം പറയില്ലേ, അങ്ങനെ ഒരു തെളിവുകൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ കോടതിയിൽ തെളിയിച്ച് ആ കാര്യങ്ങൾ ചെയ്യൂ. അദ്ദേഹം ഒളിച്ചോടിയൊന്നുമില്ലല്ലോ, അദ്ദേഹം ഇവിടെ മുഖ്യമന്ത്രിയായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ പിന്നെ പറയാനായിട്ട് നമ്മൾ ADMൻ്റെ ഒരു കേസ് പറയുന്നത്, ADMൻ്റെ എതിരായിട്ട് നമ്മളെ പാർട്ടിക്കാരെ അവർ പറയുന്നത് എന്താണ്? ഈ CBI ഇത് വേണമെന്ന് പറയുന്നു. ഞാൻ ഇതുപോലത്തെ പറയുന്നത് PP ദിവ്യ ഈ CPM സപ്പോർട്ട് ചെയ്തു. അവരെ എല്ലാ പദവിയിൽ നിന്നും മാറ്റിയിട്ടില്ലേ? നിങ്ങൾ പറയുന്നത് ജില്ലാ കമ്മിറ്റിയിൽ എടുത്തു. അല്ല, ജില്ലാ എപ്പോഴും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുമില്ല, ജില്ലാ കമ്മിറ്റി ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെയൊന്നുമില്ല പറയില്ല. അപ്പം ഞാനിത് പറയുന്നത് ഈ കൊലയാളി നിങ്ങൾ നീലിമ ഒരു കേസ് പറഞ്ഞത്, കേരളത്തിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളായിട്ടുള്ള ആരെന്നറിയാം CPMൻ്റെ ആൾക്കാരാണ്. 212 പേരാണ് രക്തസാക്ഷികളായിട്ടുള്ളത്. വേറെ ഏത് പാർട്ടിയിലാണ് ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾ അങ്ങനെയാണെങ്കിൽ തിരിച്ചു പറയുന്നത്. ഞാനിത് പറയുന്നത് കൊലയാളികൾ കൊലപാതകം ഒന്നിനും ഒരു പരിഹാരമല്ല. രക്തസാക്ഷികളുടെ എണ്ണം കൂടുന്നത് കേരളത്തിലുള്ള മുഴുവൻ പാർട്ടികളുമായി നിങ്ങൾ സംഘർഷത്തിലാണ്. അതാണ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത്. നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനിയും സർക്കാർ അപ്പീൽ പോകും. ഈ കൊലയാളി സംഘത്തിന് വേണ്ടി വളരെ കൃത്യമായി സർക്കാർ ഖജനാവിലെ പണം ഉപയോഗിക്കുകയും ചെയ്യും. അതിനെതിരായ ഒരു ജനകീയ പ്രക്ഷോഭം ആരംഭിക്കേണ്ട ഒരു ഘട്ടമല്ലേ? വളരെ ചുരുക്കി അങ്ങയുടെ മറുപടി. അതായത് TP ചന്ദ്രശേഖരൻ വധക്കേസിന് ശേഷം കേരളത്തിൽ വന്നിരിക്കുന്ന ഒരു പൊതുബോധം ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ നിരന്തരമായി CPIയും ഈ ലീഡർഷിപ്പും ഇത് ചെയ്തുകൊണ്ടേയിരിക്കുക, ആവർത്തിക്കുകയാണ്. ഇപ്പൊ ഈ സംഭവത്തിനകത്ത് പോലും ഈ വക്കീൽ ഇവിടെ വന്നിരുന്ന് ന്യായീകരിക്കുന്നത് കാണുമ്പോൾ ഒരു മണിത്തൂക്കത്തിനകത്ത് പോലും മാറാൻ തീരുമാനിക്കാത്ത അത് മനുഷ്യ സഹജമല്ല. കാരണം മനുഷ്യനാണെങ്കിൽ മാറിയിരിക്കും. മനുഷ്യ ഞാൻ എപ്പോഴും പറയുന്നതാണ്, പൂച്ച നക്കി കുടിക്കും, കോഴി മാന്തുന്നു, പൂച്ച നക്കി തിന്നുന്നു, നായ നക്കി കുടിക്കുന്നു. മനുഷ്യൻ എന്താണെന്നറിയോ? മനുഷ്യൻ പണിയായിട്ട് പരിഷ്കരിക്കുന്നു. അവൻ നിരന്തരം മാറിക്കൊണ്ടിരിക്കും. ഈ മാറ്റത്തിന് വിധേയമാക്കാതിരിക്കുന്നു. അതായത് ഒരു മാറ്റത്തിനും വിധേയമാകാതെ നിൽക്കുകയാണ് CPM. ആ കൊടും ക്രൂരതയ്ക്ക് ഒരു അറുതിയുമില്ല. ഖജനാവിലെ പണം CPM ക്രിമിനലുകളെ രക്ഷിക്കാനായിരുന്നു എന്ന വളരെ കൃത്യമായ വാദഗതി ഉയർന്നു വരികയാണ്. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി. നമസ്തേ.